ഒരു മുന്നിലേക്ക് സ്നേഹബന്ധനം നമുക്കൊരു ഒരുമിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഈ മനോഹരമായ സായാഹ്നത്തിൽ എല്ലാ ജോലിത്തേക്കും ഭാരത്തൊക്കെ വിട്ട് അല്പസമയം അങ്ങയുടെ മാർവിലേക്ക് ഒന്ന് ചാഞ്ഞിരിക്കുവാൻ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഒന്ന് ഗ്രഹിച്ച് കർത്താവ് ഇന്ന് രാത്രി അവിടുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധത്തിൽ വീണ്ടും കേൾക്കുവാൻ, കർത്താവ് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് അങ്ങ് പ്രസംഗിച്ചത് 3.5 വർഷക്കാലം പ്രസംഗിച്ചത്, അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതെല്ലാം അതുള്ള ബന്ധത്തിൽ വീണ്ടും കേൾക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങളുടെ ചെവികളെ തുറന്നു തരുവാൻ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ബുദ്ധി മണ്ഡലങ്ങളെയും തുറക്കുവാൻ, കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനകരമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മാവ് ഇന്ന് ഈ കർത്താവെ വൈകുന്നേര സമയം ഞങ്ങൾ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വഴിയാത്രയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു, വേഗത്തിൽ കൂട്ടിവരുത്തുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവ് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് ഞങ്ങൾ ആ പ്രത്യാശയിൽ വളർന്ന് ആ വിശ്വാസം വർദ്ധിച്ച് കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് ആ പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രക്ക് ഒരുങ്ങുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മാവ് ഇന്ന് രാത്രിയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ വേഗത്തിൽ കൂട്ടി വരുത്തണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഞങ്ങൾ ചെയ്യണം ഞങ്ങളുടെ നടുവിൽ വലിയ കാര്യം ചെയ്യാൻ പോകുന്ന കൃപക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവരാജ്യമാണ്. അതിൽ നമ്മൾ പഠിച്ചായിരുന്നു പുതിയ ജനനത്തെക്കുറിച്ച്. നമ്മളതിനെക്കുറിച്ച് കഴിഞ്ഞ മാസങ്ങളേറെയായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് നമ്മൾ ദൈവരാജ്യത്തിൽ 2 വ്യത്യസ്തമായ ജീവിതമുണ്ടെന്നും നമ്മൾ ഒരു ഫിസിക്കൽ ബർത്തും സ്പിരിച്വൽ ബർത്തും ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഫിസിക്കൽ ബർത്തിന് ആവശ്യമായ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ നാളുകൾ കുറേ നമ്മൾ പഠിച്ചതാണ്. ഫിസിക്കൽ ബർത്ത്, ദൈവരാജ്യത്തിനകത്ത് ജനിച്ച ആ പുതുമനുഷ്യന് എന്താണ് ഭക്ഷണം വേണ്ടതെന്നൊക്കെ നമ്മൾ ഏതാണ്ട് ഒരു 5-6 ആഴ്ചകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ മന്നയെക്കുറിച്ച് എടുത്തില്ല, ഡെയിലി ബ്രെഡിനെ കുറിച്ച് നമ്മൾ അല്പമായി ചിന്തിച്ചായിരുന്നു. എത്ര പേര് രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് ദിവസം മന്ന വേണമെന്ന്, ഡെയിലി ബ്രെഡ് വേണമെന്ന്? ദൈവത്തിനറിയാം. പുതിയ നിയമസഭയുടെ ഏറ്റവും കാതലായ ഭാഗമാണത്. കാരണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അവിടുത്തെ രാജ്യം വരണമേ, അവിടുത്തെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അടുത്ത വാക്യം, അന്നന്ന് വേണ്ട ഞങ്ങൾക്ക് ആഹാരം, പുട്ടും കടലയല്ല അല്ലേ? എന്താ പുട്ടും കടലയൊന്നുമല്ല ചോദിക്കുക, എന്താ വേണ്ടത്? ഞങ്ങളുടെ ദേഹിക്ക് വഴി അറിയത്തില്ല, മുന്നോട്ടുള്ള യാത്ര ഞങ്ങൾക്ക് അറിയത്തില്ല, അവിടുത്തെ വചനം ഞങ്ങൾക്ക് ദിവസവും ആവശ്യമായിരിക്കുന്നു. ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായി തീരത്തക്കവണ്ണം അല്ലേ, ലക്ഷ്യമില്ലാത്ത ഞങ്ങളുടെ ഹൃദയത്തിന് ലക്ഷ്യം തരുവാൻ, ദർശനം തരുവാനൊക്കെ ആയിട്ട് ഓരോ ദിവസം അന്നുള്ള മന്ന, ഒരാഴ്ചത്തേക്കുള്ളതല്ല, ഒരു മാസത്തേക്ക് മേടിച്ചു വെക്കുന്നതല്ല, അന്നുള്ള ഡെയിലി ബ്രെഡ് അല്ലേ, ഇത് പിറക്കെടുക്കാതൊക്കെ വേണം. നമ്മൾ പഠിച്ചത് 5 അധ്യായം നമ്മൾ വായിക്കാൻ കർത്താവിൻ്റെ ദാസന്മാർ പ്രേരിപ്പിക്കുന്നുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ ഒരു ബൈബിളും ഒരു പേനയും എടുത്തു വെച്ച് നമ്മൾ ഇരിക്കുമ്പോൾ കർത്താവ് തീർച്ചയായും നമ്മോട് സംസാരിച്ചിരിക്കും. ഇനിയെല്ലാം ഈ പൊട്ട ബോക്സിനകത്ത് കൊള്ളിക്കാമെന്ന് വിചാരിച്ചാൽ ഒരു കാര്യവുമില്ല, ഒരു ഗുണവുമില്ല. എന്നെ പോലെ ആൾക്കാർ കേൾക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ഒളിച്ചു പോയി കളയും. അതുകൊണ്ട് നമ്മൾ ആ കുട്ടികളെ പോലെ ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നുള്ളത് വളരെ കാതലായ ഭാഗങ്ങളാണ്, മറന്നു പോകരുത്. അന്നുള്ള ആഹാരം വളരെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. നമ്മൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. വെളിപ്പാട് പുസ്തകം 7 സഭയോട് ദൂതെഴുതുമ്പോഴും 7 സഭയോട് പറയുന്ന കാര്യമുണ്ട്. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. ബൈബിൾ വായിച്ചു എന്നല്ല, വായിക്കണം. ബൈബിൾ വായിക്കുന്നത് പ്രാരംഭഘട്ടങ്ങൾ മാത്രമാണ്, തെറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ റോമർ 8-ാം അധ്യായം 2-ാം വാക്യം മുതൽ പഠിപ്പിക്കുന്ന ആത്മാവിൻ്റെ പ്രമാണത്തിന് കീഴിലേക്ക് വന്നേ മതിയാകത്തുള്ളൂ. അതാണ് യഥാർത്ഥമായ പുതിയ നിയമസഭ. അവിടുന്ന് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ ആത്മാവ് നമുക്ക് എടുത്തു തരുന്ന വചനങ്ങളുണ്ട്, ദിവസം എടുത്തു തരുന്ന വചനങ്ങൾ. അതാണ് എനിക്ക് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാനുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ആഴമായി പഠിച്ചതാ. ഇനി അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മളിപ്പോൾ കണ്ടത് ആ വീണ്ടും ജനിക്കപ്പെട്ട പുതുമനുഷ്യനകത്ത് ആ ദൈവജീവൻ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ദൈവജീവൻ അല്ലേ, ഈ സങ്കീർത്തനം 36:9 പറയുന്നു, നിന്റെ പക്കൽ ജീവന്റെ ഉറവയുണ്ട്. സൂഖേ അല്ലെങ്കിൽ ബയോസ് എന്ന് പറയുന്ന ശരീരത്തിലെ ജീവനും സൂഖേ എന്ന് പറയുന്ന ദേഹി ജീവനുമല്ല, ആത്മാവിൻ്റെ ജീവനായിരിക്കുന്ന, ദൈവത്തിന് ജീവനായിരിക്കുന്ന സ്വയ എന്ന് പറയുന്ന ജീവൻ, അത് അവൻ്റെ പക്കൽ, യേശുവിൻ്റെ പക്കൽ, ദൈവത്തിൻ്റെ പക്കൽ ജീവൻ്റെ എന്തുണ്ട്? ഉറവയുണ്ട്. അതുകൊണ്ട് കർത്താവ് റോമർ 10:9-10 പറയുമ്പോൾ അവിടെ പറയുന്ന കാര്യമുണ്ട്, ഞാൻ വന്നത് ജീവൻ തരുവാനും സമൃദ്ധിയായി. ആ ജീവന്റെ സമൃദ്ധിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ജീവൻ പ്രാപിച്ചു എന്ന് പറഞ്ഞിരിക്കുകയല്ല, അതിലെ സമൃദ്ധിയിലേക്കുള്ള യാത്ര. അതിനുവേണ്ടി നമ്മൾ ഈ വചനം പഠിക്കുന്നത്. എവിടെയാണ് ജീവൻ ഇരിക്കുന്നത്? എവിടെന്നാ ജീവൻ കിട്ടുന്നത്? റോമർ യോഹന്നാൻ 6:61 പറയുന്നു, അവന്റെ വചനത്തിൽ ജീവനും ആത്മാവും ഇരിക്കുന്നു. എത്രത്തോളം വചനം വായിക്കുന്നുവോ പഠിക്കുന്നു, അത്രത്തോളം ആ ജീവൻ നമുക്ക് പ്രാപിക്കാൻ കഴിയും. വചനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് അല്ലേ. വെളിപ്പാട് 19-ാം അധ്യായം അതിന്റെ 19-13 വാക്യം പറയുന്നു, അവന്റെ പേര് ദൈവവചനമെന്നാകുന്നു. യേശുവിന്റെ പേരെന്താ? ദൈവ
വചനമെന്നാകുന്നു. ആ കർത്താവിന് കൂടെ നടക്കുക, അല്ലെങ്കിൽ കൂടെ ഭക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് അവൻ്റെ വചനമാണ്. നമ്മൾ ആർത്തിയോടെ ഭക്ഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അവൻ്റെ ജീവനും ആത്മാവെന്ന കാര്യം മറന്നു പോകും. അതുകൊണ്ട് അവൻ്റെ പക്കൽ ജീവൻ്റെ ഉറവയുണ്ടെന്ന് സങ്കീർത്തനം 36:9 പറയുക. നമ്മൾ അതിനെക്കുറിച്ച് അപ്പോൾ പിന്നീട് ഇന്ന് ചിന്തിക്കും. നമുക്ക് ദിവസം കണ്ടതാണ് ഈജിപ്തിലെ ആ മമ്മിയുടെയൊക്കെ പെട്ടകം, അല്ലെങ്കിൽ എന്താ പറയുക, ബോക്സ് പൊട്ടിക്കുമ്പോൾ അതിനകത്ത് എത്രയോ 4500 വർഷം, ഞാൻ ഇവിടെ എഴുതിയിട്ട് 4500 വർഷം പഴക്കമുള്ള മമ്മിയുടെ ശവകുടീരങ്ങൾ പൊട്ടിക്കുമ്പോൾ അന്നെടുത്തിച്ച പയറുമണികൾ, ധാന്യങ്ങളൊക്കെ അത് അവർ കണ്ടെത്തുകയും അത് വിതച്ച് അതിൽ നിന്ന് ജീവൻ പൊട്ടി മുളച്ച അനുഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അതുകൊണ്ട് നമുക്കൊരു നല്ലൊരു ഉറപ്പുണ്ട്. ഇന്ന് രാത്രി നമുക്കൊരു ഉറപ്പുണ്ട്. അല്പമൊക്കെ നമുക്ക് അല്പം നമ്മളൊന്ന് വീണ് പോയാലും, അല്പം ഒന്ന് ലക്ഷ്യം തെറ്റിപ്പോയാലും മടങ്ങി വന്നാൽ ആ വിത്തിനകത്ത് ജീവനുണ്ട്. അതിനെ പുണപ്പിക്കാൻ കഴിവുള്ള കർത്താവ് നമ്മുടെ കർത്താവ്. ഇതിനകത്ത് അല്പം അല്ലേ, ഈ ഭൂമിയിലെ ഈ വിത്തിനകത്ത് നിന്ന് ജീവൻ 4500 വർഷം പഴക്കമുള്ള ആ വിത്തിനെ എടുത്ത് വീണ്ടും കുഴിച്ചിട്ട് അത് മുളച്ചു വരുമ്പോൾ മുളക്കുവാൻ ജഗത്ത് ജീവനുണ്ടെങ്കിൽ, നമ്മളൊക്കെ വഴിയാത്ര എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, പോകാൻ വേണ്ടി പറഞ്ഞല്ല, പോയാൽ മടങ്ങി വരാൻ ഒരു അവസരമുണ്ട്. ആ ജീവൻ അകത്തുണ്ടെങ്കിൽ തീർച്ചയായും അത് പുറത്തു വന്നിരിക്കും. നമുക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ, അതൊക്കെ കേൾക്കുമ്പോൾ, ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. ഇത്രയ്ക്കധികം കാര്യങ്ങൾ ദൈവം ചെയ്യുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ അകത്ത് തന്ന ജീവന്റെ വിത്ത് എത്ര മാത്രമാ. ദൈവത്തിന്റെ വിത്ത് നിങ്ങളുടെ അകത്ത് ഇരിക്കും, നമ്മുടെ അകത്തിരിക്കുന്നു. മനുഷ്യന്റെ വിത്തല്ല, ഭൂമിയിൽ ധാന്യത്തിന്റെ വിത്തല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ വിത്ത്, സ്വയം എന്ന് പറയുന്ന ജീവൻ എന്ന് പറയുന്ന വിത്ത് നമ്മുടെ അകത്ത് ദൈവം വെച്ചിരിക്കുക. ഹല്ലേലൂയ. നമുക്കെല്ലാം അറിയാം, അതിനെക്കുറിച്ചൊക്കെ പഠിച്ചതാണ്. എല്ലാം ആ ഒരു മമ്മിയുടെ അത് ഇടുമ്പോൾ അതിനകത്ത് ഒരുപാട് നെൽമണികളും മറ്റ് പയർവർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. പടങ്ങൾ, ചിത്രങ്ങളൊക്കെ വരച്ചു വെക്കും. നമുക്കറിയാം ഇതൊക്കെ വരുവാനുള്ള ലോകത്തിൽ അവർക്കൊരു പ്രത്യാശ ഉള്ളതുകൊണ്ട് അത്രയും പറഞ്ഞ് ഞാൻ വിടുകയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചത്, നമ്മുടെ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ സ്വർഗ സ്വരൂപത്തിലും സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട സ്വരൂപം എന്താ? നീതിയും അത് മറന്നു പോകരുത്. നീതിയും ദൈവാനുരൂപമായി അല്ലേ. എഫേസ്യർ 4:23. സാദൃശ്യം എന്താണ്? ദൈവം ത്രിയേകനാണ്. പിതാപുത്ര പരിശുദ്ധാത്മാവ്. തൃത്വത്തെക്കുറിച്ച് ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികമായിട്ട് എന്താ പറയുക, ഡിബേറ്റ് നടക്കുന്ന കാലമാണ് തൃത്വം. ഞാൻ പറയുക, ഒരു 2 മിനിറ്റ് കൊണ്ട് യഥാർത്ഥ തൃത്വം എന്താണെന്ന് നിങ്ങൾ പഠിക്കും. പിന്നീട് എപ്പോഴും കർത്താവ് അനുവദിച്ചാൽ 2 മിനിറ്റ് മതി. ഒന്നും അതിൻ്റെ ആവശ്യമില്ല. ദൈവം ത്രിയേകനാണ്, നമ്മളും ത്രിയേകൻ. ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യമാണ് ഈ കാണുന്നത്. പക്ഷേ നമ്മുടെ അകത്ത് ആത്മാവുണ്ട്, ദേഹിയുണ്ട്, ദേഹമുണ്ടെന്ന് പറഞ്ഞതുപോലെ ദൈവം ഏകനാണ്. നിങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാവരും. ഏകനായ ദൈവം 3ആയി മാറിയത് എന്നൊരു ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ ഈ തൃത്വത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. ഒരു കൂടെ ആവർത്തിക്കാം. ഏകനായി എന്നെപ്പോലെ ഇരിക്കുന്ന 3 വ്യക്തികളാ അല്ലെ. 3 ആത്മാ, ദേഹി, ദേഹം എന്ന് പറഞ്ഞ 3 വ്യക്തി ഒരുമിച്ച് കൂടി ഒരുവനായി നിൽക്കുക ഇവിടെ. പക്ഷെ മരിച്ചു കഴിയുമ്പോൾ 3 പിരിഞ്ഞു പോകും അല്ലേ. ഇല്ലെങ്കിൽ ബയോസ് എന്ന് പറയുന്ന ജീവനടങ്ങുന്ന ശരീരം മണ്ണിലേക്ക് പോകും. ആത്മാവും ദേഹിയും അത് അവരുടെ അല്ലേ നിത്യജീവനുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ നേരെ പാതാളത്തിലേക്ക് പോകും. എന്തുവാകട്ടെ, ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ, ആ ഏകനായ ദൈവവും യാക്കോബ് പറയുന്ന പോലെ പിശാചുക്കൾ പോലും വിറക്കത്തക്ക വണ്ണമുള്ള ആ ഏകനായ ദൈവത്തെ അറിയുന്നതാണ് യഥാർത്ഥമായ നന്മയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കർത്താവ് അനുവദിച്ചാൽ തൃത്വത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഏകനായ ദൈവം എന്തിനു വേണ്ടി 3ആയി മാറിയത് അല്ലേ. ഇന്ന് നമ്മൾ ത്രിയേക ദൈവത്തിന്റെ നാമത്തിലാണ് ശുശ്രൂഷിക്കുന്നത്. ത്രിയേക ദൈവനാമത്തിലാണ് നമ്മൾ കർത്തൃമേശ എടുക്കുന്നത്. എല്ലാ ശുശ്രൂഷകളും ഇപ്പോൾ ഞാൻ പറയും, ഇന്ന് ഭൂമിയുടെ ആയുസ്സിനകത്ത് കർത്താവിന്റെ വരവിന് മുമ്പായിട്ട് അല്ലേ, ഇപ്പോൾ ത്രിയേക ദൈവത്തിന്റെ നാമത്തിലാണ്. എന്തുകൊണ്ടെന്നൊക്കെ മർമ്മങ്ങൾ നമ്മൾ പിന്നീട് എപ്പോഴും നമ്മൾ പഠിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം മറന്നു പോകരുത്. കാരണം ഇത് അറിഞ്ഞാൽ മാത്രമേ പതറിപ്പലുകിയെന്നവർ തകർന്നുപോയ നമ്മുടെ ദേഹിയെ തിരിച്ചു പിടിക്കാൻ കഴിയത്തുള്ളൂ. കാരണം അവന്റെ സ്വരൂപവും സാദൃശ്യം എന്ന് പറയുന്നത് നീതിയും വിശുദ്ധിയുമാണല്ലേ. അതിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. ആണോ ഇല്ലയോ? ആണോ? യെസ്. ഈ ആയുസ്സിൽ ആ വചനം പഠിക്കുന്നത് എന്തിനു വേണമെന്നറിയാമോ? വചനം പറഞ്ഞിട്ട് അവൻ്റെ നീതിയും വിശുദ്ധിയിലേക്ക് നമ്മുടെ ജീവിതം നമ്മൾ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പതിയെ പതിയെ വീഴ്ചകൾ ഒരുപാട് സംഭവിക്കും. വന്നാലും നീതിമാൻ 7 വട്ടം വീണാലും എഴുന്നേൽക്കുന്ന കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. കാരണം പ്രത്യാശ നമുക്കൊന്ന് മാത്രമേ ഉള്ളൂ. ആ നിത്യത കണ്ടവൻ, യേശുവിനെ കണ്ടവൻ, അവന്റെ സ്നേഹം അനുഭവിച്ചവൻ വീണില്ല എന്ന് പറയുന്നില്ല, വീണാലും അവൻ ചാടി എഴുന്നേറ്റിരിക്കും. ഓക്കെ, വീണ്ടും നമുക്ക് ആരംഭിക്കാം. ദൈവം ത്രിയേകനാണ് നമ്മൾ കണ്ടായിരുന്നു. ജസ്റ്റ് ഓടിച്ചു വിടും. നമ്മൾ ഇതിനെക്കുറിച്ച് ആഴമായി പഠിച്ചതാണ്. മനുഷ്യനും തൃത്വമാണെന്ന് നമ്മൾ കണ്ടു അല്ലേ. അവരുടെ സ്വരൂപ സാദൃശ്യത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന്റെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായിരിക്കുന്ന പോലെ മനുഷ്യന് ഒരു ബോഡിയുണ്ട്, ഒരു സ്പിരിറ്റ് ഉണ്ട്, ഒരു സോൾ ഉണ്ട്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവജീവനെ കുറിച്ചാണ് അല്ലേ. പുതു മനുഷ്യനിൽ വന്ന ദൈവജീവനെ കുറിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, ആത്മാവിൽ വന്ന ദൈവജീവനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് അല്പമായി ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് അതിനെ കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന് ആത്മാവുണ്ട്, ഒരു ദേഹിയുണ്ട്, ഒരു ദേഹമുണ്ട്. ഓർഡർ അതാണ്. ആത്മാ,
ദേഹി, ദേഹം. പക്ഷേ പാപത്തിൽ വീണ മനുഷ്യൻ പാട്ടുകളൊക്കെ എഴുതുമ്പോൾ ദേഹം, ദേഹി, ആത്മാവെന്നൊക്കെ പാടിക്കളയും. അത് പാപത്തിൽ വീണ മനുഷ്യന്റെ പ്രകൃതം മാറിപ്പോ തലതിരിഞ്ഞു പോയത് കൊണ്ടാണ് നമ്മളൊക്കെ, ആണല്ലയോ? നമ്മുടെ എല്ലാത്തിലും തലതിരിഞ്ഞ് കിടക്കുകയാണ്. എല്ലാം ഇന്ന് ലോകത്തിൽ കാണുന്ന സകലതും തലതിരിഞ്ഞ് കിടക്കുകയാണ്. അതിനെയൊക്കെ മടക്കി ഓർഡറാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വചനം പഠിക്കുന്നത്, അല്ലേ? ഒരു പാട്ടുണ്ട്, ദേഹം, ദേഹി, ആത്മാവ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഓർഡർ തെറ്റിക്കിടക്കുകയോ? ആത്മാ, ദേഹി, ദേഹം എന്നാണ് എല്ലാത്തിനും ഓർഡർ. അതാണ് ദൈവത്തിൽ നിന്ന് ആത്മാവ് കേട്ട് ആത്മാവ് ദേഹിയോട് പറഞ്ഞ, ദേഹി ശരീരത്തോട് പറഞ്ഞ, ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളുടെ ലോകത്തിലേക്ക് നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥമായ ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപ്പത്തിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന് 3 ഭാഗങ്ങളുണ്ട്: ആത്മാ, ദേഹി, ദേഹം. അതിൽ 3-ലും എന്തുണ്ട്? 3-ലും ജീവനുണ്ട്, അല്ലേ? അതിന് ശരീരത്തിന് ജീവനെ കുറിച്ച് നാം പണ്ട് പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒടിച്ചു വിടുകയാണ്. അത് തെറ്റാണ്ടോ എഴുതിക്കുന്നത്? സ്പിരിറ്റിന് ഓർഡർ തെറ്റിപ്പോയി. അപ്പം എൻ്റെ ഓർഡർ തെറ്റി കിടക്കുകയാണ്. എൻ്റെ ഓർഡർ തെറ്റി കിടക്കുക. സ്പിരിറ്റിന് സ്വയ എന്നും, സോളിന് സൂഖ എന്നും, ബോഡിക്ക് ബയോസ് എന്നും നിങ്ങൾ തിരിച്ചിട്ടാൽ മതി, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ബയോസ് എന്ന് പറഞ്ഞ ബോഡിയുടെ ജീവൻ എന്ന് പറയുന്നത്, ബയോസ് എന്ന് പറയുന്നത് മാംസത്തിലല്ലോ, മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്, അല്ലേ? ലേവ്യ 17:11, ലേവ്യ 26 വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ശരീരത്തിനൊരു ജീവനുണ്ട്. വീട്ടിൽ പോയി ഇന്ന് കൈക്കാ മുറിച്ചൊക്കെ നോക്കിയേക്കരുത്. ഈ രക്തം വാർന്നു പോയാൽ ഞങ്ങൾക്ക് നാളെ പണിയായി, അല്ലേ? സമയാമരകത്തിലൊക്കെ പാട്ട് പാടേണ്ടി വരും. അതുകൊണ്ട് രക്തത്തിലാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ജീവൻ ഇരിക്കുന്നത്. അതിന്റെ പേര് ബയോസ് എന്ന് പണ്ട് പഠിച്ചിട്ടുണ്ട് ആഴമായിട്ട്. സോളിലൊരു ജീവനുണ്ട്, സുഖേ, അല്ലേ? സദൃശവാക്യം 4:21 പറയുന്നു, സകല ജാഗ്രതയോടുകൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്, അല്ലേ? ഏത് ഹൃദയമാ? ബൈബിൾ പഠിപ്പിക്കുന്ന, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിപ്പിക്കുന്ന ഹൃദയം എന്ന് പറയുന്നത് ഈ കാണുന്ന, അല്ലേ, ഈ മണ്ണാങ്കട്ട ഹൃദയമല്ലത്, ദേഹിയുടെ ഹൃദയമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ദേഹിയാകുന്നു, ജീവനുള്ള ദേഹിയാകുന്നു. അപ്പൊ അതിലൊരു ജീവനുണ്ട്. ആ ജീവന്റെ പേര് സൂഖേ എന്ന് പറയുന്ന ജീവൻ, അല്ലേ? മറ്റത് ബയോസ് എന്ന് പറയുന്ന രക്തത്തിലായിരിക്കുന്ന ജീവനുണ്ട്, മറ്റത് സൂഖേ എന്ന് പറയുന്ന ജീവനുണ്ട്. എന്നാൽ ഇത് രണ്ടുമല്ല ഒരുവനെ സ്വർഗീയനാക്കി മാറ്റുന്നത്. ഇത് രണ്ടും മനുഷ്യർക്ക് ദൈവം കൊടുത്തതാണ്, അല്ലേ? ആണോ ഇല്ലയോ? യെസ്. ഒരു മൃഗത്തിനും കൊടുത്തിട്ടുണ്ട് രക്തത്തിൽ അവൻ്റെ ബോഡിയുടെ ജീവൻ. ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണല്ലോ, അത് മൃഗത്തിനും ദൈവം കൊടുത്തിട്ടുണ്ട്, അല്ലേ? നമുക്കറിയാം. എന്നാൽ സ്വയേ എന്ന് പറയുന്ന ഒരു ജീവൻ ദൈവത്തിൻ്റെ മാത്രം ജീവനായിരിക്കുന്ന, അല്ലേ, ദൈവത്തിൽ മാത്രമുള്ള വ്യത്യസ്തമായിരിക്കുന്ന, സ്വർഗീയനാക്കി മാറ്റുന്ന ഒരു ജീവന്റെ പേരാ സ്വയേ എന്ന് പറയുന്നത്. അത് തരാൻ വേണ്ടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, അല്ലേ? യോഹന്നാൻ 10:10 പറയുന്നു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അടുത്ത വാക്യം, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും. അവിടെ സ്വയം എന്ന ജീവൻ ദൈവജീവന്റെ കാര്യം പറയുന്നത്. അപ്പോൾ അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ ഭൂമിയിൽ ഒരൊറ്റ മനുഷ്യനും എന്തില്ല? ജീവനില്ല. എന്നാൽ എല്ലാം 10, 100, 120 ഒക്കെ വർഷം ജീവിക്കുന്ന, അല്ലെ, കല്ലുണ്ട പോലെ ഇരിക്കുന്ന മനുഷ്യരാ. പക്ഷെ കർത്താവ് പറയുന്നത് അവർക്കാർക്കും എന്തില്ല? ജീവനില്ല. നമ്മെ സ്വർഗത്തോട് അടുപ്പിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തോട് അടുപ്പിക്കാൻ ആവശ്യമായ ജീവൻ നഷ്ടപ്പെട്ടു പോയി. നമുക്ക് അതിനെ അല്പമായി ചിന്തിക്കാം അതിനെക്കുറിച്ചൊക്കെ. അതുകൊണ്ട് ഇതായിരുന്നു ദൈവത്തിന്റെ ഓർഡർ. അതിൽ 3 ഭാഗത്തും, മനുഷ്യന്റെ 3 ഭാഗത്തും ജീവൻ ഉണ്ടായിരുന്നു. അതിൽ സ്വയം എന്ന് പറയുന്ന ദൈവജീവന് മാത്രമേ എന്നെയും നിങ്ങളെയും സ്വർഗീയന്മാരാക്കി മാറ്റാൻ കഴിയത്തുള്ളൂ. ആ ദൈവത്തോട്, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് അനുരൂപരാക്കി മാറ്റുവാൻ കഴിയുമാറാക്കുന്നത് ഈ ദൈവജീവന. അത് തരാൻ വേണ്ടിയാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. മനസ്സായോ? നമുക്ക് ഈ ലോകത്ത് സമൃദ്ധി തരാൻ വേണ്ടിയൊന്നും അല്ല, രോഗസൗഖ്യം തരാൻ വേണ്ടിയൊന്നുമല്ല കർത്താവ് വന്നത്. അത് പഴയ നിയമത്തിലും കിട്ടിയായിരുന്നു, അല്ലേ? പോയി ഒന്ന് മുങ്ങി പൊങ്ങിയാൽ മതി, നയമാന്റെ കുഷ്ഠം മാറുമായിരുന്നു. സൗഖ്യങ്ങൾ ഇഷ്ടംപോലെ പഴയ നിയമത്തിലൊക്കെ ഉണ്ട്, ഇല്ലേ? പറ. പഴയ നിയമത്തിൽ ഇഷ്ടംപോലെ സൗഖ്യം കാണാൻ കഴിയും. നല്ല നല്ല വലിയ സൗഖ്യങ്ങളൊക്കെ ഒന്ന് കുളിച്ച് പൊങ്ങിയാൽ മതി. അതൊക്കെ എത്രയോ സൗഖ്യങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ കാണുന്നത്. പക്ഷേ അത് തരാനാണെങ്കിൽ ക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കാനാണെങ്കിൽ ക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? ആണോ ഇല്ലയോ? എന്നാൽ പഴയ നിയമത്തിലുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് നമുക്ക് ഇല്ലാത്തതൊന്ന് തരാൻ വേണ്ടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അത് മറ്റൊന്നുമില്ല, നമുക്ക് ദൈവജീവനില്ല. ദൈവത്തെക്കുറിച്ച് ആത്മാവായ സ്വയേ ജീവനൊഴിക്കുന്ന ആത്മാവായ ദൈവത്തെക്കുറിച്ച് അറിയുവാൻ നമ്മളെ കൊണ്ടാവില്ല. കാരണം ആ ഭാഗം മരിച്ചിരിക്കുക നമ്മുടേത്. ആത്മാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി ഉൽപ്പത്തിയിൽ. അതുകൊണ്ട് ആ ദൈവത്തെ അറിയുവാനും അവന്റെ ഹിതമറിയുവാനും ഏക മാർഗം ആ ദൈവജീവനിൽ പ്രാപിച്ച് എൻ്റെ ആത്മാവായ ദൈവമായിട്ട് കണക്ഷൻ ആകാൻ വേണ്ടിയാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്.
അതോടൊപ്പം നമുക്ക് രോഗസൗഖ്യം കിട്ടും, ഓക്കെ അല്ലേ, സന്തോഷം, നമുക്ക് നന്മകൾ കിട്ടും, അതൊക്കെ എല്ലാം സന്തോഷം. ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. തന്നാലും തന്നില്ലെങ്കിലും എനിക്ക് ജപിച്ച നിത്യജീവനെ ഓർത്തുകൊണ്ടായിരിക്കണം നന്ദി പറയേണ്ടത്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ജഡികന്മാരായി തീരും. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം പറയുന്നുണ്ടല്ലോ, എന്താ, ഇഹലോകത്തിലേക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവർ അനിഷ്ട മനുഷ്യർ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു പറഞ്ഞതുപോലെ, അല്ലേ? കാരണം അതിനുവേണ്ടിയല്ല ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. അതുകൊണ്ട് ആ നിത്യജീവനെ നമ്മൾ ഇന്ന് മുതൽ സൂക്ഷിക്കാൻ പഠിക്കണം. അകത്തു വന്ന, അല്ലേ, അതിന് ഒരു ഏകജാതനായ ഒരു പുത്രനെ തകർത്തുകൊണ്ടാണ് ആ ജീവൻ എനിക്കും നിങ്ങളുടെ അകത്തേക്ക് തന്നിരിക്കുന്നത്. വെറുതെ കിട്ടിയതല്ല. ഞാൻ പിന്നെ അല്പം പഠിക്കുന്നത്, നമ്മൾ ഒന്നിനെ തകർത്തിട്ട് ആ ജീവൻ പുറത്തേക്ക് ഇടുകയായിരുന്നു. ആ ദൈവജീവൻ വേണമെങ്കിൽ ക്രിസ്തുവിന് മറച്ചു പിടിച്ച് മടക്കി പിടിച്ച് സ്വർഗത്തിലിരുന്നാൽ മതിയായിരുന്നു. എന്നാൽ ആ ജീവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തകർത്ത് കളഞ്ഞിട്ട് അതിൽ നിന്നൊരു ജീവൻ പുറപ്പെട്ടു വന്നു. ആ ജീവന്റെ വിത്തുകളാ ഈ ഇരിക്കുന്ന മുഴുവനും. ഹല്ലേലൂയ. അത്ര പ്രാധാന്യം അർഹിക്കുന്നുണ്ട് നിത്യജീവൻ, ദൈവജീവൻ നാം പ്രാപിച്ചതിന്. സ്വയം എന്ന് പറയുന്ന ആത്മാവിൽ വന്ന് ജീവൻ പ്രാപിച്ച ജീവൻ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മൾ സൂക്ഷിച്ചേ മതിയാകത്തുള്ളൂ. അതായിരിക്കണം. അതാണ് സകല ജാഗ്രതയും കൊണ്ട് നിന്റെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുക. അവിടുന്ന് ആ ഹൃദയത്തെ തോന്നിയതുപോലെ അവന്റെ വഴിക്ക് വിട്ടാലുണ്ടല്ലോ, ചിന്തകൾ മാറിപ്പോയി ജഡികന്മാരായി തീർന്നാൽ പിന്നീട് നമ്മളൊക്കെ ദൈവജീവൻ നഷ്ടപ്പെട്ട് വെറും കരിക്കട്ടയായി ലോകത്ത് ജീവിക്കേണ്ടി വരും. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ അല്പമായി ചിന്തിക്കും പിന്നീട്. അതുകൊണ്ട് ഈ കർത്താവ് വന്നത് ഇതിനു വേണ്ടിയാണെന്ന കാര്യം മറന്നു പോകരുത്. നമ്മൾ കഴിഞ്ഞ ദിവസം പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, 3 വ്യത്യസ്തമായ മരങ്ങൾക്ക് എന്തുണ്ട്? വളരുന്ന ജീവൻ. അതുങ്ങൾക്ക് ദേഹിയില്ല, അല്ലേ? അതുങ്ങളോട് പോയിട്ട് ചേട്ടാ സുഖമാണോ ചേട്ടാന്ന് ചോദിച്ചാൽ അതുങ്ങളൊന്നും പറയത്തില്ല. തേക്കല്ലേ, വലിയ തേക്ക് നടിയാ, അല്ലേ? അതിനോട് പോയി ഹായ് പ്രൈസ് ലോഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊന്നും പറയത്തില്ല. അതിന് ദേഹി ജീവനില്ല. അതിന് വളരുന്ന ജീവൻ, ബോഡി ജീവൻ മാത്രമേ അതുങ്ങൾക്കുള്ളൂ, അല്ലേ? ഞങ്ങളുടെ പണ്ട് ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഞങ്ങളിങ്ങനെ കുട്ടിക്കാനം ഉള്ളിലേക്ക് പോയിട്ട് ഞങ്ങൾ ഈ പരസ്യം ചെയ്യുമ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ പോയിട്ട് അവിടെ കാണുന്ന ഈ മരമുണ്ട്, പൈൻ മരം, ആലല്ല വേറൊന്നും മരം, അവിടെ പോയിട്ട് പുള്ളി സുവിശേഷം പറയാം. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു, സകല സൃഷ്ടിയോട് പോയിട്ട് സുവിശേഷം പറയാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ മണ്ടത്തരങ്ങൾ നീ കാണിച്ചു കൂട്ടുന്നത്. അതിന് ദേഹി പോലും അതിനൊന്നുമില്ല, വളരെ ജീവൻ മാത്രമേ ഉള്ളൂ. സകല സൃഷ്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. പട്ടിയോടും പൂച്ചയോടും പോയിട്ട് ആത്മാവില്ലാത്ത പട്ടിയോടും പൂച്ചയോടും പോയിട്ട് സുവിശേഷം പറഞ്ഞിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു? ഒന്നും മിണ്ടില്ല നിങ്ങള്. സുവിശേഷം ആർക്കുള്ളതാ? ആത്മാവിൽ മരിച്ചുപോയ നമുക്കുള്ളതാ, മനുഷ്യർക്കുള്ളതാ. ദൈവിക സ്വരൂപത്തിൽ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്കുള്ളതാ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായിക്കാണെന്ന് വിചാരിക്കും. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് വിട്ടുപോകുകയാണ്. അതുകൊണ്ട് മരങ്ങൾ, സകലവിധമായ മരങ്ങൾക്കും ഒരു ഫിസിക്കൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഒരു വളരുന്ന ജീവനുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. വാക്യങ്ങളൊക്കെ വേണമെങ്കിൽ എഴുതിയെടുത്താൽ മതി. അതൊക്കെ പണ്ട് നമ്മൾ ആഴമായി ചിന്തിച്ചിട്ടുണ്ട്. മൃഗങ്ങൾ, പക്ഷി, മൃഗാതി, ഇഴജാതി എല്ലാ മൃഗങ്ങൾക്കും വളരുന്ന ജീവനുമുണ്ട്. ഒരു ജീവനുമുണ്ട്. സോൾ എന്ന് പറയുന്ന ജീവനുണ്ട്, അല്ലേ? സോൾ, ദേഹി ജീവനുണ്ട്. യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും 12:10 സകല ജീവജന്തുക്കളുടെയും പ്രാണൻ, അല്ലേ? സകല മനുഷ്യവർഗത്തിനെയും ശ്വാസം, റുഹ എന്ന് പറയുന്ന ആ ആത്മാവിനെ കുറിച്ച് അവിടെ പറയുന്നത്. അവന്റെ കയ്യിലിരിക്കുന്നു പ്രാണൻ. അപ്പോൾ ചിന്തിക്കുവാനും ദേഹിയകത്തുള്ള ബുദ്ധിയൊക്കെ ആ ദേഹിയിലായിരിക്കുന്നത്. അതുങ്ങൾക്ക് എന്തുണ്ട്? മൃഗങ്ങൾക്ക്, പക്ഷി, മൃഗാതി, ഇഴജാതിക്കും ആ ദേഹി ജീവനുണ്ട്. പക്ഷേ ആ ദേഹി മരിക്കുന്ന ദേഹിയാണ്, നിലനിൽക്കത്തില്ല, നിത്യമല്ലത്. കാരണം മൃഗങ്ങളൊന്നും നിത്യത്തിലൊന്നും കാണത്തില്ല. ഒരു മൃഗങ്ങളും പക്ഷി, ഇഴജാതി, മൃഗാതി ഒന്നും നിത്യത്തിലൊന്നും കാണത്തില്ല. അവിടെ മനുഷ്യന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഗ്രഹിച്ചില്ല നിങ്ങൾ? എന്നാൽ മനുഷ്യൻ നിത്യനായി മാറുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? മരണമില്ലാത്തവനായി മാറാൻ കാരണം മനുഷ്യന് ഒരു ദേഹമുണ്ടല്ലോ, മനുഷ്യനൊരു ദേഹിയുണ്ടല്ലോ. എന്നാൽ അവൻ മരിക്കാതിരിക്കാൻ കാരണം അവൻ്റെ അകത്ത് നിത്യമായ ഒരു ആത്മാവ് അവൻ്റെ അകത്തേക്ക് വന്നു. ദൈവം ഊതി കൊടുത്തപ്പോൾ ആത്മാവ്, മരണമില്ലാത്ത ആത്മാവ് അവൻ്റെ അകത്തേക്ക് വന്നപ്പോൾ അവൻ്റെ ദേഹി നിത്യമായി തീർന്നു. അല്ലെങ്കിൽ മനുഷ്യൻ നിത്യനായി മാറിപ്പോയി. ഞാൻ പറഞ്ഞർത്ഥം മനസ്സിലാവുന്നുണ്ടോ? പണ്ട് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് 10, 20, 30 ക്ലാസ്സുകൾ നമ്മൾ ട്രിനിറ്റി ഓഫ് മാൻ എന്നുള്ള ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിൻ്റെ റെക്കോർഡും കാണാതെ പോയി നമുക്ക്. കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട്
ബാക്കിയെല്ലാം റെക്കോർഡിങ് നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ആത്മാവ് മനുഷ്യന്റെ അകത്തേക്ക് വന്നപ്പോൾ, അവന്റെ സോളിലേക്ക് അത് വന്ന എന്താ പറയുക, ആ ശരീരത്തിലേക്ക് വന്നപ്പോൾ അവൻ നിത്യനായ ഒരു മനുഷ്യനായി മാറ്റപ്പെട്ടു എന്ന കാര്യം മറന്നുപോകും. അതുകൊണ്ടാണ് ദേഹവുമുള്ള മൃഗങ്ങൾ ചത്തൊടുങ്ങി പോകുന്നു. ആണോ ഇല്ലയോ? പണ്ട് പഠിച്ചിട്ടുണ്ട് നമ്മള്. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ 7-ാം അധ്യായത്തിലല്ലേ അവിടെ പറയുന്നത്, നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയം വന്നപ്പോൾ അവിടെ 21-ാം വാക്യം, 22-ാം വാക്യോ, 3-ാമത്തെ വാക്യോ എന്നെയൊന്ന് വായിച്ചേ. സകല ഇഴജാതി പക്ഷിമൃഗാതി, എത്രാമത് വാക്യം പറ, വാക്യം പറ. 7-21 കറക്റ്റാ, ഒന്ന് വായിച്ചേ. ഞാൻ പറയാം. എല്ലാവിധ പറവജാതികളും കന്നുകാലികൾ ഇഴജാതികളും ചത്തുപോയി. ചത്തെന്ന മരിച്ചുപോയി എന്നല്ല, ചത്തുപോയി എന്ന വാക്ക് എഴുതിയിരിക്കുന്ന അവിടെ അല്ലേ? ആണോ? യെസ്. അടുത്ത വാക്യം പറയാം, മനുഷ്യനും അവിടെ വാക്യമുണ്ട്, വായിച്ചേ. നശിച്ചുപോയി, ചത്തുപോയി. നല്ല വാക്ക് വേറെ വേർഷനിൽ ചത്തുപോയി എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ ചത്തുപോകുന്നത് പോലെ മനുഷ്യൻ ചത്തുപോയെന്ന് അല്ലേ? ഒരു മനുഷ്യൻ ചത്തൊടുങ്ങിപ്പോയി. വെറുതെയാണ് പരിശുദ്ധന്മാർ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് മനുഷ്യൻ ചത്തുപോയി. കാരണം അവന് ദൈവത്തെക്കുറിച്ച് അറിയാതെ, ദൈവജീവനില്ലാതെ മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവൻ എന്താ ഉള്ളത്? നരകം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യൻ മൃഗതുല്യനായി മാറിപ്പോ എന്നർത്ഥം. ഈ സങ്കീർത്തനം 49-20 വാക്യം പറയുന്നു, മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. കാരണം എന്താ വിവേകം? വിവേകം ഒറ്റ കാര്യമുള്ളൂ, ദൈവജീവനെ സൂക്ഷിക്കുന്നവൻ അല്ലേ? അതാണ് എന്നെ ദൈവാനുരൂപരാക്കി മാറ്റുന്നത്, ക്രിസ്തുവിനെ പോലെ ആക്കി മാറ്റുന്നത്. ആ ജീവന്റെ പ്രാധാന്യം ഇപ്പോഴും ഗ്രഹിച്ചോ? നിങ്ങള് ഗ്രഹിച്ചോ? യെസ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യന് 3 ഭാഗത്തും ജീവനുണ്ട്, കാര്യം മറന്നു പോകരുത്. എന്നാൽ മൃഗത്തിനുമുണ്ട് ദേഹിയും ദേഹവും. എന്നാൽ ആ മൃഗത്തിൽ നിത്യനാകാതിരിക്കാൻ കാരണം മനുഷ്യരുടെ അടുത്ത് ആത്മാവ് വന്നപ്പോഴാണ് അവൻ നിത്യനായി മാറ്റപ്പെട്ടു പോയത്. ജീവൻ നഷ്ടപ്പെട്ടാലും ആത്മാവിന് മരണമില്ലാത്തത് കൊണ്ട്, ആത്മാവ് അവൻ്റെ അകത്തുള്ളത് കൊണ്ടും അവന് നിത്യത അവൻ എവിടെയും കഴിച്ചാൽ മതിയാകത്തുള്ളൂ അല്ലേ? സ്വർഗവും നിത്യതയാണ്, നരകവും നിത്യതയാണ്. മറന്നുപോകരുത്, സ്വർഗവും നരകവും നിത്യമാണ്. ഗ്രഹിച്ചല്ലേ? സ്വർഗവും നരകവും നിത്യമായിരിക്കുന്ന നിത്യതയാണ് അവിടെ. പക്ഷെ എവിടെ കഴിക്കുമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലേ? നരകത്തിലും നിത്യമായി യുഗായുഗങ്ങൾ തീപ്പയിൽ കിടക്കേണ്ടി വരും, അതും നിത്യമാണ്, അന്തമില്ലാത്തതാണ്. സ്വർഗവും നിത്യമാണ് അല്ലേ? നമ്മുടെ നിത്യത എവിടെ കഴിക്കുമെന്നൊക്കെ നമ്മൾ തന്നെ ചിന്തിക്കണം അല്ലേ? ദൈവജീവനില്ലാത്ത ഒരുത്തനും ആ സ്വർഗീയ നിത്യത എന്ന് പറയുന്ന ആനന്ദനിത്യത്തിലേക്ക് കടക്കത്തില്ല, കാര്യം മറന്നു പോകരുത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അല്പം ജസ്റ്റ് ഓടിച്ചു വിടുക. നമ്മൾ പഠിച്ചിട്ടുള്ളതാ, നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ നല്ല ഫലങ്ങൾ കൊടുക്കുന്ന മനോഹരമായ വൃക്ഷഫലങ്ങൾ അല്ലെ, ഫലങ്ങളൊക്കെയുള്ള നല്ല ആപ്പിൾ, മുന്തിരി, ഓറഞ്ചൊക്കെയുള്ള നല്ല മരങ്ങളെ ദൈവം സൃഷ്ടിച്ചു. ഉണ്ടോ? വാക്യങ്ങൾ അറിയാമല്ലോ നിങ്ങൾക്കല്ലേ? നമുക്ക് ആ വാക്യങ്ങൾ പണ്ട് പഠിച്ചത് ഞാൻ വിട്ടുപോകുക, ഓടിച്ചു വിടുകയാണ്. സകലവിധമായ ഫ്രൂട്ടുകൾ നൽകുന്ന വൃക്ഷങ്ങൾ ദൈവം ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു എന്ന് വേദവസം പഠിപ്പിക്കുക. അതെന്തിനു വേണ്ടിയാ? മനുഷ്യന്റെ ദേഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആണോ? മനുഷ്യന്റെ അപ്പൊ അവിടെ ജീവൻ, ആ ജീവൻ ഞാനിത് പറഞ്ഞു വരുന്നത് നമ്മുടെ ആത്മജീവനെ കുറിച്ച് പറഞ്ഞു വരാൻ വേണ്ടിയാ. ആ നമ്മുടെ ദേഹത്തിലുള്ള ബോഡിയിലുള്ള ബയോസ് എന്ന് പറയുന്ന ജീവൻ നിലനിൽക്കണമെങ്കിൽ ഇതുപോലെ ദൈവം ദേഹത്തിന് ആവശ്യമായ മരങ്ങളും ഫ്രൂട്ടുകളും ദൈവം വെച്ചിട്ടുണ്ടല്ലേ? എന്നാൽ വേറൊരു സൈഡ് ദൈവം നന്മ തിന്മ വൃക്ഷത്തിന്റെ ഫലം വെച്ചു. ആണോ? അല്ലേ? തോട്ടത്തിന് നടുവിൽ നിന്ന് ഒരു സ്ഥലം മുളപ്പിച്ച് വെച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? നീ നന്മ തിന്മ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ മരിക്കും നിശ്ചയം എന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യൻ ഈ ഫ്രൂട്ട്സുകൾ പറിച്ചു കഴിച്ച് അവന്റെ ശരീരത്തിലെ ജീവൻ നിലനിർത്തുകയും ദേഹിയുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ അത് കഴിക്കാതിരിക്കുകയും ചെയ്യണമായിരുന്നു. കഴിച്ചാൽ നീ മരിക്കും. അവിടെ അനുസരണത്തിൽ തികഞ്ഞവനായി അവൻ വളരുമ്പോഴാണ് അവന് ദേഹി യഥാർത്ഥമായി ദൈവത്തോട് പറ്റിച്ചേർന്നത് അല്ലേ? എന്നാൽ ഇത് രണ്ടും ഞാൻ വിടുകയാണ്. അത് തോട്ടത്തിന് നടുവിൽ വേറൊരു വൃക്ഷം അവിടെ ഉണ്ടായിരുന്നു. എന്താ അതിന്റെ പേര്? നടുക്ക് ജീവവൃക്ഷത്തിന്റെ ഒരു വൃക്ഷം അല്ലേ? ജീവഫലം തരുന്ന ഒരു വൃക്ഷം ദൈവം അതിന്റെ നടുവിലും ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മനുഷ്യ ദൈവം ആദ്യ കുടുംബമായ ആദമിനെയും ഹവ്വയെയും അവനെ സൃഷ്ടിച്ച് ആ ഏദൻ തോട്ടത്തിൽ ജീവിക്കാൻ വെച്ചപ്പോൾ അല്ലേ, എവിടെന്നാ അവരെ ഉണ്ടാക്കിയത്? എവിടെന്നാ ആദമിനെയും ഹവ്വയെയും എവിടെന്നാ സൃഷ്ടിച്ചത്?
ഭൂമിയിലെ പൊടിയിൽ നിന്ന്. മറന്നു പോകരുത്. എവിടെന്നാ സൃഷ്ടിച്ചത്? 18 എലമെന്റ്സ് ഉള്ള ഭൂമിയിലെ പൊടി നിന്ന്. പക്ഷെ ജീവിക്കാൻ എവിടെ വെച്ചത്? ഏദൻ തോട്ടത്തിൽ, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത്, ആ ഏദൻ തോട്ടത്തിൽ ജീവിക്കാൻ വെച്ച മനുഷ്യന് നടുവിൽ, ആ തോട്ടത്തിന് നടുവിൽ ഒരു ജീവന്റെ ഒരു വൃക്ഷമുണ്ടായിരുന്നു. അത് ഒന്നും അതിനെക്കുറിച്ച് ദൈവം വലുതായിട്ടൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല. അതുകൊണ്ട് അത് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു, അല്ലേ? പക്ഷെ എന്നാൽ മനുഷ്യൻ ആ ജീവവൃക്ഷത്തിൽ നിന്ന് കഴിച്ച് അവൻ ജീവങ്കിലേക്ക് വളരണമായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ബൈബിൾ ക്ലാസ് വെച്ച് എത്ര പേരെ വരുന്നത് ലോകം, അല്ലേ? ഇവിടുത്തെ കാര്യമല്ല, ലോകം എല്ലായിടത്തും ഇത് സ്ഥിതി വിശേഷം ഇത് തന്നെയാ. 5, 10, 15 പേര് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. വചനത്തിനകത്താ ജീവൻ ഇരിക്കുന്നത്. ആ ഈ ഏദൻ തോട്ടത്തിൽ വെച്ച, ഭൂമിയുടെ ആ നടുക്ക് വെച്ച ആ ഈ ജീവന്റെ വൃക്ഷം, അത് ക്രിസ്തുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആണെങ്കിലോ? ആ ക്രിസ്തുവിനെ പ്രതിനിധീകരിച്ച് വെച്ചതാണത്. അതിന്ന് നമ്മൾ കാണുന്ന ക്രിസ്തു ഈ ക്രൂശിൽ മരിച്ചു കിടക്കുന്ന ക്രിസ്തു അല്ല. വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവന്റെ പേര് ദൈവവചനമെന്നാകുന്നു എന്ന് പറയുന്ന വചനമാകുന്ന ക്രിസ്തുവിനെ കുറിച്ചാ. ഹല്ലേലൂയ. എത്രത്തോളം പറിച്ചു ഭക്ഷിക്കുന്നുവോ അത്രത്തോളം ജീവങ്കിലേക്ക് വളരുമായിരുന്നു ഈ ആദവും ഹവ്വയും. പക്ഷേ അവരുടെ തിരഞ്ഞെടുപ്പ് വളരെ മോശമായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമുക്കും ഇന്നൊരു തിരഞ്ഞെടുപ്പുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഏത് തലമുറയിലും ഒരു തിരഞ്ഞെടുപ്പ് ദൈവം തിരഞ്ഞെടുക്കാതെ മനുഷ്യന് ദൈവം കൈമാറുന്നുണ്ട്. ഏത് തലമുറയിലും. ഏദൻ തോട്ടത്തിൽ ആദത്തിനെ ഹവ്വയുടെ മുമ്പിൽ മനസാക്ഷി യുഗത്തിൽ, ന്യായപ്രമാണ യുഗത്തിലും ജീവനും മരണവും വെച്ചു. ഞാൻ കൃപായുഗത്തിൽ ജഡവും ആത്മാവിനും വെച്ചു, അല്ലേ? 7 വർഷ പീഡനകാലത്ത് 666 ചിപ്പേക്കുന്നതും വ്യത്യസ്ത, ഏത് തലമുറയിലും വ്യത്യസ്തമായ ടെസ്റ്റിലൂടെയാണ് ദൈവം മനുഷ്യനെ അങ്ങ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ എന്ത് പറഞ്ഞു വിട്ടുപോകുക? ഇന്ന് നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്. എന്താ? നീ വചനം എത്രത്തോളം പറിച്ചു കഴിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ആത്മാവിൽ വളരാൻ കഴിയും. ആത്മാവിന്റെ ജീവൻ വളരാൻ കഴിയും. എന്താണെന്നൊക്കെ പിന്നീട് നമ്മളിപ്പം ചിന്തിക്കും. അതുകൊണ്ട് ഒട്ടും ലാഞ്ചനയില്ലാതെ ദിവസവും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും, അല്ലേ? ഒരു ഭക്ഷണം കഴിച്ചാൽ ചവക്കാതെ ഒറ്റ വിഴുങ്ങിയാൽ, ബീഫൊക്കെ കഴിച്ചിട്ട് ഒറ്റ വിഴുങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? നേരം വെളുക്കണ്ട, അത് ലൂസ് മോഷനായിട്ട് ഒഴുകി അങ്ങോട്ട് പോയിക്കോളൂ, അല്ലേ? ആ കഴിച്ചത് മുഴുവൻ വേസ്റ്റാ. മട്ടൺ, ബീഫ് വിട്, 1000-800 രൂപ വിലയുള്ള മട്ടൺ കഴിച്ചത് വിചാരിച്ചോ, അല്ലേ? ഒറ്റ വിഴുങ്ങി എങ്ങനെ ദഹിക്കും, അല്ലേ? നേരെ രാവിലെ അങ്ങോട്ട് വെറുതെ ലൂസായിട്ട് പോകത്തേ ഉള്ളൂ. ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല, അല്ലേ? എന്നാൽ അത് കടിച്ച് ചവച്ച് എല്ലൊക്കെ, അല്ലെ, കടിച്ചെടുത്ത് മജ്ജയൊക്കെ വലിച്ച് കുടിച്ച് അത് കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിൽ എന്തായിത്തീരും? നിങ്ങൾ നാളെ മേടിച്ചോണ്ട് വാ, ഞാൻ കാണിച്ചു തരാം. 1 കിലോ മട്ടൻ കറിയൊക്കെ മേടിച്ചു ഞാൻ കാണിച്ചിട്ട് എങ്ങനെ തിന്നെ, അല്ലേ? അപ്പൊ അത് ചവച്ചിറക്കുക. അതുപോലെ നമ്മൾ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് അതിനകത്ത് കിടക്കുന്ന പ്രോട്ടീനും മിനറൽസ് ഒക്കെ നമ്മുടെ അവയവങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ജീവൻ തരുന്നത് പോലെ തന്നെയാണ് ക്രിസ്തുവിന്റെ വചനം നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് ഉൽപ്പത്തിയിൽ ദൈവം വെച്ച ജീവന്റെ വൃക്ഷം അവിടെ തന്നെയുണ്ട്. അതൊന്നും പോയിട്ടൊന്നുമില്ല. ജയിച്ച് അവിടെ ചെല്ലുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം കഴിക്കാൻ തരും. ഉണ്ടോ? എത്ര പേർക്ക് വേണോ ആവോ, അല്ലേ? അത് ഈ ദൈവം സൃഷ്ടിച്ചതൊന്നും പോയിട്ടില്ല. അതൊക്കെ അവിടെ തന്നെ, എല്ലാം ഇരിക്കേണ്ടടുത്ത് തന്നെ ഒക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ സഭയോട് ദൂത് പറയുമ്പോൾ ജയിക്കുന്നവനെ ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം കഴിക്കാൻ കൊടുക്കുന്ന കർത്താവ് വെച്ചിരിക്കുക. അതൊക്കെ അവിടെ തന്നെയൊക്കെ ഉണ്ട്. നമുക്ക് ജയിച്ചങ്ങ് ചെന്നാൽ മതി. അതാണ് നമ്മുടെ പ്രശ്നം, അല്ലേ? ജയിച്ചേ എല്ലാം പറഞ്ഞ് നമുക്കൊട്ട് പിടിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഈ നടുക്ക് വെച്ച ആ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം അത് ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു, അല്ലെങ്കിൽ വചനത്തെ കാണിക്കുന്നു. എത്രത്തോളം വാങ്ങി ഭക്ഷിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ജീവങ്കിലേക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വളരണമായിരുന്നു ആദവും ഹവ്വയും. പക്ഷേ അവരുടെ തിരഞ്ഞെടുപ്പ് വളരെ മോശമായി പോയി. ദൈവത്തെ പോലെ മത്സരിക്കാൻ തക്കവണ്ണം, അല്ലെ, വളരെ മോശമായപ്പോൾ നഷ്ടപ്പെട്ടത് അവനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം കൊടുത്ത ആ ജീവന്റെ തുടിപ്പ് നഷ്ടപ്പെടുകയും ജീവനില്ലാത്തവനായി, അല്ലെ, സാധാ ഒരു എന്താ പറയുക, ഉൽപ്പത്തി 6-ാം അധ്യായം 3-ാം വാക്യം പറയുന്നത് പോലെ തനി ജഡമെന്ന് ഞാൻ അറിയുന്നു. മനുഷ്യൻ സൃഷ്ടിച്ച് അനുഭവിക്കുന്നു. തനി ജഡം, മാംസം, വെറും ബോഡി, മൃഗത്തെ പോലെ എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞ് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ ദൈവമാണ് അന്നത്തെ ദൈവം, അല്ലേ? ആണില്ലയോ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. ജീവന് വേണ്ടിയാ നമ്മൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നത് ഇവിടെ വന്നത് നമ്മൾ ആരും കാണിക്കാൻ വേണ്ടിയോ വന്നില്ലെങ്കിൽ പാസ്റ്റർ എന്ന് വിചാരിക്കുക ഒന്നുമല്ല. നമുക്ക് ജീവൻ പ്രാപിക്കാൻ വേണ്ടിയാ, ജീവന്റെ സമൃദ്ധിയിലേക്ക് വളരാൻ വേണ്ടിയാ. അതിനെക്കുറിച്ച് അല്പം പിന്നീട് ഞാൻ സംസാരിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ ആഴത്തിൽ പതിക്കണം. ജീവനില്ലാത്തതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. നമുക്ക് ബാക്കി എല്ലാം നമുക്കുണ്ട്. ബാങ്ക് ബാലൻസ് ഉണ്ട്, കുടുംബമുണ്ട്, തലമുറകൾക്ക് എല്ലാം നമുക്കുണ്ട്. പക്ഷേ ദൈവജീവൻ നമുക്കില്ല. കാരണം ദൈവജീവൻ അകത്ത് വന്നാൽ ആ ജീവൻ നമുക്ക് കൊടുക്കാൻ കഴിയും.
ഏത് ജീവന്റെ അകത്തും അതിനകത്ത് ഞാൻ പിന്നീട് പഠിക്കും, പൈതൃകം എന്ന് പറഞ്ഞ ആ പിതാവിന്റെ സകലതും പിന്നീട് എടുക്കുക അതിനെക്കുറിച്ചൊക്കെ എല്ലാം ആ ജീവന്റെ അകത്ത് കിടക്കുകയാണ്. അത് പഠിച്ചുണ്ടാക്കുന്നതല്ല, അല്ലേ? ആരെയും നോക്കി കണ്ട് പഠിക്കുന്നതല്ല. ഓട്ടോമാറ്റിക്കായി ആ പിതാവിന്റെ വിത്തിലുള്ള ദാനമാണെന്നല്ല. അടുത്തേക്ക് പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എത്രത്തോളം നിങ്ങൾ വചനം വായിക്കുന്നുവോ അത്രത്തോളം ജീവന്റെ സമൃദ്ധിയിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയും. എന്നാൽ ഉൽപ്പത്തിയിൽ ഒരു വലിയ പരാജയം, അവരെ തിരഞ്ഞെടുപ്പ് എന്താ പറയുക, അല്ലെ, ബാലിശമായി പോയി. അവരെ തിരഞ്ഞെടുപ്പ് ദൈവത്തെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു തിരഞ്ഞെടുപ്പായി പോയത് ഒരു വലിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഒരിക്കലും അങ്ങനെ ആകരുത് എന്ന കാര്യം വീണ്ടും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. എത്രത്തോളം വചനം വായിക്കാൻ പറ്റുക, നല്ല വചനങ്ങൾ നമ്മുടെ ഹൃദയത്തെ മോഹിപ്പിക്കുന്ന വചനങ്ങളല്ല ഞാൻ പറയുന്നത്. യൂട്യൂബൊക്കെ തുറന്നാൽ ഇഷ്ടം പോലെ കേൾക്കാൻ കഴിയും. എൻ്റെ അന്നുള്ള ആവശ്യങ്ങൾ നടത്തി തരുവാൻ ദൈവം മതിയായത്. ശരിയാ, നമ്മളെ വിളിച്ചവൻ അന്നേ വിശ്വസ്തനാ, പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലേ? ദിവസം രാവിലെ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം ഇന്ന് നിങ്ങൾക്ക് വിശ്വസ്തനാ, അത് പണ്ടേ അറിയാം. വിളിച്ചപ്പോൾ നമുക്കറിയാം കർത്താവ് എന്നും വിശ്വസ്തനാണെന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? അത് ഒരാൾ പറഞ്ഞിട്ടൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആവശ്യം എന്നെ നിത്യതയിലേക്ക് നയിക്കുന്ന വചനങ്ങളാണ്. എൻ്റെ ഹൃദയം തിരിച്ച് ദൈവത്തിലേക്ക് തിരിക്കുന്ന വചനങ്ങൾ നമുക്ക് ആവശ്യം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അങ്ങനത്തെ നല്ല വചനങ്ങൾ കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കറിയാം, ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം അന്നുള്ളതുപോലെ, വൃക്ഷമുള്ളതുപോലെ ഇന്നും നമ്മുടെ മുമ്പിൽ ആ കയ്യിലേക്ക് തന്നിട്ടുണ്ട്, അല്ലേ? 66 പുസ്തകങ്ങൾ അടങ്ങുന്ന എത്രയോ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, എത്രയോ വാക്തത്വങ്ങൾ അടങ്ങുന്ന, വചനങ്ങൾ അടങ്ങുന്ന ആ ബൈബിൾ നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. അത് അടക്കി തലനാടിയിൽ വെക്കാനും മുകളിൽ മറ്റേ ഫോട്ടോ അടിയിൽ വെക്കാൻ വേണ്ടിയല്ല, തുറന്ന് വായിച്ചിട്ട് ആ വചനം അതിൽ നിന്ന് എഴുന്നേറ്റിട്ട് എൻ്റെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യാൻ വേണ്ടിയാ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ആ ബൈബിൾ അകത്തുള്ള വചനങ്ങൾ എഴുന്നേറ്റ് വന്ന് എൻ്റെ ഹൃദയത്തിനകത്ത്, മാംസമായ ഹൃദയത്തിനകത്ത് വന്ന് വാസം ചെയ്യുമ്പോൾ അതെനിക്ക് നിങ്ങൾക്ക് ഉപകാരമായി വരും. ഇല്ലെങ്കിൽ ഒരു ഉപകാരവും ഉണ്ടാകത്തില്ല. മത്തായി 6:16 ഇങ്ങനെ പറയുന്നു, ലൂക്കോസ് 12:3 ഇങ്ങനെ പറയുന്നു. പറയാൻ മാത്രമേ കൊള്ളത്തുള്ളൂ, നമുക്ക് ഉപകരിക്കത്തില്ല. അതവർക്ക് ഉപകാരമായി വന്നില്ല. എബ്രായ ലേഖനത്തിൽ പറയുക എന്നുള്ളതെന്നറിയാമോ? വചനം എഴുന്നേറ്റിട്ട് എൻ്റെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്ത് എന്നെ നയിക്കാൻ തുടങ്ങണം. ഇല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ല. പറയാം, നമുക്ക് എടുത്തിന് ഒരേ ബുദ്ധിയിൽ പഠിച്ചതൊക്കെ എടുത്തെടുത്ത് അത് പറഞ്ഞു പോകാം. പക്ഷെ ഇതൊന്നും എനിക്കും ജീവൻ തരത്തില്ല, കേൾക്കുന്നവനും ജീവൻ കൊടുക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ജീവവൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഇനി എത്രത്തോളം ആർത്തിയോടെ, അല്ലേ? ചില പിള്ളേർ കണ്ടിട്ടുണ്ടോ? ചില പിള്ളേർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ആർത്തിയോടെ, അല്ലേ, ഇട്ടതൊക്കെ പറഞ്ഞ് അത്ര ആർത്തി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനും ആർത്തി വേണ്ടേ? നശിക്കുന്ന ഫുഡിന് ഇത്രമാത്രം ആർത്തിയാണെങ്കിൽ നമുക്ക് എന്ത്, നമ്മുടെ ഈ നിത്യജീവന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി എന്തോരം നമ്മൾ ആർത്തി വെക്കേണ്ടതാ. ഞാൻ വിട്ടുപോകും, ഇത്രയും മാത്രം പറഞ്ഞ് വിട്ടുപോകുക. നമുക്ക് 2 ജീവനുണ്ടെന്ന് നമുക്കറിയാം. ഒന്ന് ആദമിലും, ഞാൻ പറഞ്ഞത് ആദമിലും ഒരു ജീവൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വിത്ത് എന്ന് വേണമെങ്കിൽ പറയാം. പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷ ഭാഗമൊക്കെ പഠിക്കുമ്പോൾ അവനിൽ ഇരിക്കുന്നു പറഞ്ഞ പോലെ നമുക്ക് ഒരു വിത്ത് എന്ന് വേണമെങ്കിൽ പറയാം. 2 ജീവൻ. എവിടെ 2 ജീവനും ദൈവം സൃഷ്ടിക്കുമ്പോൾ ഒരുവനല്ല ദൈവം സൃഷ്ടിച്ചത്, അല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്തെഫാനോസിന്റെ പ്രസംഗത്തിലാ ഒരുവനിൽ നിന്ന് അവൻ ഭൂമിയിലുള്ള സകലത്തെയും ഉളവാക്കിയെന്ന് സ്തെഫാനോസിന്റെ പ്രസംഗത്തിലാ പറയുന്നല്ലേ. ഒരുവനെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. ആരെയാ ഒരുവൻ? ആദമിനകത്ത് എല്ലാമുണ്ട്. 1000 ആണ്ടിൽ പോലും ജനിച്ചു മരിക്കാനിരിക്കുന്നവർ, അല്ലെങ്കിൽ ജനിക്കാനിരിക്കുന്നവർ പോലും എവിടെയുണ്ട്? 1000 ആണ്ടിൽ പോലും ജനിക്കാനിരിക്കുന്നവർ. ആ സകല മനുഷ്യനെ എവിടെയിട്ടിട്ട ദൈവം ആദമിലിട്ടിട്ട ദൈവം ആദമിനെ സൃഷ്ടിച്ചത്, അല്ലേ? ആണില്ലയോ? ദൈവം ആദമിനെ സൃഷ്ടിക്കുമ്പോൾ 100% പെർഫെക്റ്റ് അത്. കാരണം സകല മാനവരാശിക്ക് ആവശ്യമായ ജീവൻ എല്ലാം ഇട്ടിട്ടാണ് ആദമിനെ സൃഷ്ടിച്ചത്. ഇനി ആദമിൽ നിന്ന് നമുക്കറിയാം, യെശയ്യാ പ്രവചന പുസ്തകം 41-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, യെശയ്യാവ് 41:4, ആർ അത് പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു. ആദ്യം മുതൽ തലമുറകളെ വിളിച്ചവൻ യഹോവയായ ഞാൻ ആദ്യനും അന്ത്യന്മാരോട് കൂടെ അനന്യനുമാകുന്നു. ആദ്യം മുതൽ തലമുറകളെ വിളിച്ചു. എവിടെന്നാ വിളിച്ചത്? തലമുറകളെ എല്ലാവരും ഉണ്ടാക്കുകയല്ല. ദൈവം ഒരുവനെ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ആദത്തിനെ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നിട്ട് അതിനകത്ത് എന്നെ വരെ ഇട്ടു, നിങ്ങളെ വരെ അതിനകത്ത് ഇട്ടു. അവന്റെ കടിപ്രദേശ് ലോയിൻസിൽ, അല്ലേ? അബ്രഹാം ദശാംശം കൊടുക്കുമ്പോൾ ലേവിയും കൊടുത്തതായി ദൈവം കണ്ടെങ്കിൽ ലേവി എവിടെയായിരുന്നു? 3-4 തലമുറക്കാരനായ ലേവി എവിടെയായിരുന്നു? ആദമിന്റെ കടിപ്രദേശത്ത്, അല്ലേ? അവന്റെ അകത്ത്, അല്ലേ? പുരുഷന്മാരാ കുഞ്ഞുങ്ങളെ, എപ്പോഴും പറയുന്ന കാര്യമാ, പുരുഷന്മാരാ കുഞ്ഞുങ്ങളെ ചുമക്കുന്നത്, സ്ത്രീകളല്ല.
അബ്രഹാം ഇസാക്കിനെ ഏൽപ്പിച്ചു, ഇസാക്ക് യാക്കോബിനെ ഏൽപ്പിച്ചല്ലേ? വെറും ചില മാസങ്ങൾ മാത്രമേ ചുമക്കുന്നുള്ളൂ സ്ത്രീകളൊക്കെ. ബാക്കി കുഞ്ഞുങ്ങളെ മുഴുവനും ചുമക്കുന്ന ആരാ? ഒക്കെ പരാതിയായി. അവർക്ക് വിട്ടേക്ക്. അപ്പോൾ പുരുഷന്മാരാൽ അവൻ്റെ ലോയിസ്. അപ്പൊ അബ്രഹാം ദശാംശം കൊടുത്തപ്പോൾ ലേവിയും കൊടുത്തായി. എത്രയും 4-ാം തലമുറക്കാരൻ ലേവിയും കൊടുത്തായി എഴുതി വെക്കുമ്പോൾ ആ അബ്രഹാമിന്റെ കടിപ്രദേശത്ത് ഉള്ളതുപോലെ തന്നെ ആദ്യത്തെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ആദമിനകത്ത് സകല മാനവരാശി ഉണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ. അതുകൊണ്ട് ആദം പാപം ചെയ്തപ്പോൾ തിരുനാളിൽ മരിക്കും നിശ്ചയം എന്ന് പറഞ്ഞപ്പോൾ അപ്പൻ്റെ അപ്പനല്ലേ വല്യപ്പൻ, വല്യപ്പൻ അല്ലേ? വല്യപ്പൻ കഴിച്ചപ്പോ, വല്യപ്പൻ ചത്തുപോയപ്പോ ഞാനും ചത്തുപോയി, എന്റെ വിത്ത് കെട്ടുപോയി. 1972 വേണ്ട, ഡേറ്റ് ഓഫ് ബർത്ത് അറിയാൻ വേണ്ടില്ലേ, അന്നാ ഇരിക്കട്ടെ. ഏപ്രിൽ 1-ാം തീയതി ഞാൻ ജനിക്കുമ്പോൾ ചത്ത വിത്തായിട്ടാ ഞാൻ ജനിച്ചത്. 1972 കൂട്ടണ്ട, മായ്ച്ചളഞ്ഞേക്കല്ലേ. 1972 ഏപ്രിൽ 1-ാം തീയതി, ഏപ്രിൽ ഫൂളാ അന്നത്തെ ദിവസം, ഫൂള് പറഞ്ഞതല്ല അല്ലേ? ജനിക്കുമ്പോൾ ഞാൻ ചത്ത വിത്തായിട്ടാ ഭൂമിയിലേക്ക് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായിക്കോണം നിങ്ങൾക്ക് അല്ലേ? ആദം പാപം ചെയ്തപ്പോൾ ആദമിന്റെ അകത്തുണ്ടായിരുന്ന ആ ദൈവജീവൻ അല്ലെങ്കിൽ വിത്ത് കെട്ടുപോയി, നഷ്ടപ്പെട്ടു പോയി അല്ലേ? ആ ആദമിനകത്ത് സകല മാനവരാശിയും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ആദം ചെയ്തപ്പോൾ സകല മനുഷ്യന്റെയും ജീവൻ കെട്ടുപോയി, അല്ലെങ്കിൽ വിത്ത് നഷ്ടപ്പെട്ടു പോയി, ജീവനില്ലാത്ത വിത്തായി മാറ്റപ്പെട്ടു പോയി. അതുകൊണ്ടാ നമ്മളൊക്കെ ഭൂമിയിൽ ജനിച്ചപ്പോൾ ജീവനില്ലാത്തവരായി ജനിച്ചത്. അങ്ങനെയാണോ? ജീവൻ ഉണ്ടായിരുന്നു? മനുഷ്യൻ പറയും ജീവനുണ്ട്. അവൻ കൈയിട്ടടിക്കുന്നത് കണ്ടില്ലേ? കൊച്ചു ചിരിക്കുന്നത് കണ്ടില്ലേ അല്ലേ? അമ്മയുടെ വീട്ടിൽ വയറ്റി കിടക്കുമ്പോ അല്ലേ ഭർത്താവ് വരുമ്പോ അച്ചായനെ കണ്ടപ്പോ കൊച്ചു തുള്ളലെന്നൊക്കെ പറഞ്ഞതുപോലെ അല്ലെ, തുള്ളിയാലും അതിന് ജീവനില്ല കാര്യം നമുക്കറിയാല്ലേ. ബൈബിൾ പഠിക്കുന്നവനെ അറിയത്തുള്ളൂ. എത്ര തുള്ളിയാലും അതിനകത്ത് എന്തില്ല? ജീവനില്ല. ദൈവജീവൻ, സ്വയ ജീവനില്ല. വിത്ത് നഷ്ടപ്പെട്ടിരിക്കുക. ആദം പാപം ചെയ്തപ്പോൾ ആദമിന്റെ അകത്ത് ആ ജീവനില്ല. ഞാൻ പറഞ്ഞു മുഴുവനും നമ്മൾ പ്രാപിച്ച ദൈവജീവനെ സൂക്ഷിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്കറിയാം, ഇപ്പുറ സൈഡ് പഠിച്ചാൽ, അപ്പുറത്തെ പഠിച്ചാൽ ക്രിസ്തുവിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എന്നാ എഴുതിയത്? നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എന്നാ എഴുതിയത്? വീണ്ടും ജനിക്കുമ്പോഴല്ല നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയത്, ലോകമുണ്ടാകുന്നതിന് മുമ്പേ അല്ലേ? ലോകസ്ഥാപനത്തിങ്കൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൽ എന്നെയും നിങ്ങളെ കണ്ടിരിക്കുകയായിരുന്നു. അന്നേ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളത് കൊണ്ടാ അല്ലേ ഞാനും നിങ്ങൾ ഭൂമിയിൽ ജനിച്ചത്. അങ്ങനെ ഇപ്പുറത്ത് നോക്കിയാൽ ഇവിടെ ജീവന്റെ ഉറവയായ, നേരത്തെ പഠിച്ച പോലെ ജീവന്റെ ഉറവയായ ക്രിസ്തു അതിനകത്ത് നാം നിൽക്കുകയാണെങ്കിൽ ആ ക്രിസ്തുവിൽ, നേരത്തെ ആദമിൽ നാം നിന്നപ്പോൾ ജീവനില്ലാത്ത വിത്തായി ഭൂമി ജനിച്ചു. അങ്ങനെയാണല്ലോ? ജനിച്ച ജീവനില്ല, വെറുതെ സുഖേ ദേഹി ജീവൻ മാത്രമായിട്ട് നമ്മൾ ജനിച്ചു വീണത്. ഒരിക്കലും നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയത്തില്ല, നരകത്തിലേക്കുള്ള യാത്രയിലാണ് എല്ലാവരും. എന്നാൽ ക്രിസ്തുവിൽ അങ്ങനെയല്ല. ക്രിസ്തുവിൽ ഒരുവൻ ഇരിക്കുകയാണെങ്കിൽ അവൻ എന്ത് ജീവനാണുള്ളത്? സുഖേ ദേഹി ജീവനല്ല, അതിലുള്ളത് യഥാർത്ഥത്തിൽ ദൈവജീവന. അതുകൊണ്ട് എത്രത്തോളം ക്രിസ്തുവിൽ പറ്റിയിരിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിന്റെ ജീവനായിരിക്കും. നാം എത്രത്തോളം ആദമിൽ പറ്റി ജീവിക്കുന്നുവോ, നല്ല ഭാഷ പറഞ്ഞാൽ ജഡത്തിലെ പുറകെ പോയി ജീവിക്കുന്നുവോ അത്രത്തോളം സുഖേ ദേഹി ജീവൻ നമ്മൾ നിറഞ്ഞു വരും അല്ലേ? ആണോ? എന്നാൽ ക്രിസ്തുവിൽ നാം മറഞ്ഞു ജീവിക്കുകയാണെങ്കിൽ, ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുകയാണെങ്കിൽ, ക്രിസ്തുവിൽ മാത്രം ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വർദ്ധിക്കാൻ പോകുന്നത് ക്രിസ്തുവിന്റെ ജീവനായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ എഫെസ്യർ 1:3-6 വരെ പഠിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം, ഇത് മുഴുവനും ഈ ദൈവജീവൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. സ്വർഗത്തിലെ അനേക വാക്തത്വങ്ങളും അവകാശങ്ങളെ കുറിച്ചൊക്കെ പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കും. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒട്ടനവധി അനുഗ്രഹങ്ങളെ കുറിച്ച്. ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, നിത്യത ചെല്ലുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിലൊന്നാണ് നിത്യജീവൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം നാം ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ ദൈവം. ഓക്കെ, ഇത്രയും വിട്ടുപോകുക. അപ്പൊ രണ്ട് ജീവൻ ഒഴുകുകയാണ്. ഒന്ന് ക്രിസ്തുവിൽ നിന്നുള്ള ജീവനും, മറ്റേത് ജീവനാ? ആദമിന്റെ ജീവൻ കെട്ടുപോയ ജീവന, അതിൽ ദൈവജീവൻ ഇല്ലാത്തതാ, അത് നരകത്തിലേക്ക് പോകുന്നതാ അല്ലേ? ആത്മാവിന് മരണമില്ല. ആദം പാപം ചെയ്തപ്പോൾ ആത്മാവ് വേർപെട്ടു പോയി, ഇല്ലെങ്കിൽ മരിച്ചുപോയി, സത്യമായ കാര്യമാണ്. പക്ഷേ ആദമിന്റെ അകത്ത് എന്തുണ്ടായിരുന്നു? ആത്മാവുണ്ടായിരുന്നു. മരിച്ച ആത്മാവ്, മരണമെന്ന് പറഞ്ഞാൽ വേർപാട്, ദൈവത്തിൽ നിന്ന് വേർപെട്ടുപോയ ആത്മാവ്, ദൈവമായി ബന്ധമില്ലാത്ത ആത്മാവ് ആദമിൽ കിടക്കുകയാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആദം എത്രയോ വർഷങ്ങൾ ജീവിച്ചത്, 930 വർഷം ജീവിച്ചത് മുഴുവനും ആത്മാവ് ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് ആദം എന്താ പറയുക,
അവൻ ഈ ഭൂമിയിലെ വാസം കഴിഞ്ഞാലും അവൻ്റെ ആത്മാവകത്തുള്ളത് കൊണ്ട് അവൻ നിത്യനാണ്. അവൻ്റെ ജീവിതം നിത്യതയിൽ എവിടെയെങ്കിലും കഴിക്കണം. രണ്ട് നിത്യതയുണ്ട്, സ്വർഗവും നിത്യതയാ, നരകവും നിത്യതയാ. രണ്ടിൽ എവിടെയെങ്കിലും കഴിച്ചേ മതിയാകത്തുള്ളൂ. ഈ യോഹന്നാൻ 5-ാം അധ്യായവും 6-ാം അധ്യായം 5-ാം അധ്യായം പഠിക്കുമ്പോൾ ദുഷ്ടന്മാരും നീതിമാന്മാരും എല്ലാവരും ഒരേപോലെ എഴുന്നേറ്റ് നിന്ന് ആ ന്യായവിധി മുമ്പിൽ നിൽക്കേണ്ടി വരും. എല്ലാവരും, അവൻ്റെ ശരീരം ഉൾപ്പെടെ എഴുന്നേറ്റ് വരും. പാതാളവും നരകവും, അല്ലെ, പാതാളവും മരണവും പാതാളവും, ഭൂമിയിൽ അവൻ്റെ ശരീരവും മരിച്ചടക്കുക, പാതാളത്തിൽ കിടക്കുന്ന ദേഹിയും ആത്മാവും പാതാളത്തിൽ കിടക്കുക. അപ്പം മണ്ണിൽ നിന്ന് ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും പാതാളത്തിൽ കിടക്കുന്ന ആത്മാവിനെയും ദേഹിയെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വീണ്ടും മനുഷ്യൻ പൂർണ്ണമായി വരികയാണ് അവിടെ. ഞാൻ പറഞ്ഞ മനസ്സിലായിക്കോണോ? ഏതെങ്കിലും മനുഷ്യന്റെ 3 ഭാഗത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം ഇല്ലെങ്കിൽ മനുഷ്യൻ അപൂർണനാണ്. ദേഹമാണെങ്കിലും ദേഹിയും ആത്മാവും ഇപ്പൊ മരിച്ചു പോയാലും ഒരിക്കൽ ദുഷ്ടനാണെങ്കിൽ ഒരിക്കൽ എഴുന്നേറ്റ് വന്നേ മതിയാകത്തുള്ളൂ. അത് കാര്യം നമ്മൾ മറന്നു പോകരുത്. വൈറ്റ് ട്രോൺ ജഡ്ജ്മെന്റിന് മുമ്പിൽ നമ്മളല്ല ഇതുപോലെ ആൾക്കാർ നിൽക്കേണ്ടി വരും, മറന്നു പോകരുത്. അപ്പൊ 2 ജീവൻ നമുക്കറിയാം, 2 ജീവൻ ഒഴുകിക്കൊണ്ടിരിക്കുക. അത് ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക, അല്ലെ? ആദമന്റെ ജീവൻ ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക. യുദ്ധം നടക്കുന്നത് അത് ഏത് ജീവനാ? ആദമിൽ നിന്ന് കെട്ടുപോയ സുഖേ ജീവനാ. ഞങ്ങൾ തകർക്കുമെന്നൊക്കെ പറയുന്ന ആ ജീവൻ, അതിനത്രയേ ഉള്ളൂ. വൈരാഗ്യവും പകയും പിണക്കങ്ങളും ദുഷ്ടതയും നിറഞ്ഞ ദേഹീജീവൻ ആണോ ഇല്ലയോ? ഹൃദയത്തെക്കുറിച്ചൊക്കെ പിന്നീട് എപ്പോഴും പഠിച്ചാൽ അതിനകത്താ കിടക്കുന്ന സകലവിധമായ എല്ലാ വിത്തുകളും, എല്ലാ അശുദ്ധിയും, എല്ലാ തിന്മകളും പിശാച് കൊണ്ട് അവിടെ എന്താ പറയുക, ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത പോലെ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുക. കാരണം മനുഷ്യൻ യഥാർത്ഥത്തിൽ, അല്ലെ, ദേഹിയാണ്. ദേഹിയുടെ ജീവനെ പുറപ്പെടുന്ന ഭാഗമാണ് ഹൃദയം. അതിനകത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ഇൻസ്റ്റാൾ ചെയ്തു. സകല ദുഷ്ടതയും വഞ്ചനയും ചതിയും പാപമൊക്കെ ദേഹി എന്ന് പറയുന്ന മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് അത് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി മനുഷ്യനെ എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും സഹോദരങ്ങൾ? പറ നിങ്ങൾ. ഏകമാർഗം ദൈവജീവനാൽ മാത്രമേ കഴിയത്തുള്ളൂ. ഓക്കെ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അതുകൊണ്ട് 2 ജീവൻ ഒഴുകുന്നുണ്ട്. ക്രിസ്തുവിൽ ഇതുപോലെ ക്രിസ്തുവിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിന്റെ ജീവൻ നമുക്ക് എപ്പോഴും ഉണ്ടാകും. 2 ജീവിതമുണ്ട് നമുക്കറിയാം. അത് എന്തൊക്കെയാണെങ്കിലും ഈ ആദമിന്റെ ജീവൻ എന്തായാലും ഈ പെട്ടിക്കുള്ളിൽ വന്ന് അവസാനിക്കത്തേ ഉള്ളൂ. എന്നാൽ ക്രിസ്തുവിന്റെ ജീവൻ അത് നമ്മളെ പുതിയ യെരൂശലേമിലോ അല്ലെങ്കിൽ സിയോണിലേക്ക് നമ്മൾ എത്തിക്കുന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പൊ 2 വ്യത്യസ്തമായ ഡെസ്റ്റിനേഷൻ നമുക്കറിയാൻ കഴിയും. ഒന്ന്, ഈ ആദമിന്റെ ജീവൻ, ആദമിനുള്ള സൂഖ്യ ജീവൻ, അത് ഒരിക്കൽ ഇവിടെ അവസ്തമിക്കും. അതിന് ദേഹിക്ക് മരണമില്ലാത്തത് കൊണ്ട് അവൻ ഈ പെട്ടിക്കുള്ളിലായാലും അവൻ ഒരു ദിവസം, അല്ലെ, നിത്യമായ നരകത്തിന്റെ അംശയായി മാറേണ്ടി വരും. എന്നാൽ ഇവിടെ ക്രിസ്തുവിലുള്ള ജീവൻ, അത് എന്നെ നിങ്ങളെ എത്തിക്കേണ്ടത് പുത്തനാം യെരൂശലേമോ അല്ലെങ്കിൽ വ്യത്യസ്തമായ സിയോണോ അല്ലെങ്കിൽ പുതിയ ഭൂമിയോ പുതിയ ആകാശങ്ങളോ പുതിയ ഹെവൻസുകളിലോ എവിടെയെങ്കിലും നമ്മളെ എത്തിക്കുമെന്നുള്ള കാര്യം ഒരു സംശയം നമുക്ക് വേണ്ട. അത് നമ്മുടെ പ്രാർത്ഥനയോ ഉപവാസമോ വചനപഠനമോ ഒന്നുമല്ല, നമ്മുടെ അകത്തുള്ള ദൈവജീവന്റെ തുടിപ്പ് കൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ മാത്രമേ. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഈ വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ കോഴികളൊക്കെ കൂട്ടിക്കയറും. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ കോഴിയില്ല, പണ്ട് കോഴിയൊക്കെ ഉണ്ടായിരുന്നു. 6 മണി കഴിഞ്ഞാൽ കോഴികൾ കൂട്ടിക്കയറും. തല ഉയർത്ത് നോക്കിയാൽ അങ്ങ് മരത്തിന്റെ മാവിന്റെ മണ്ടയിൽ ചെമ്പോത്തും അവർ ഒരുമിച്ച് ചേക്കേറുന്ന കാണാൻ കഴിയും. അപ്പുറത്ത് നോക്കിയാൽ വ്യത്യസ്തമായ മറ്റു കിളികൾ അവർ ഒരുമിച്ചിരിക്കും. നോക്കി, ഓരോ വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 6 മണി 6:30 കഴിഞ്ഞാൽ ആ ഓരോ ഇനത്തിൽപ്പെട്ടതൊക്കെയും ഒരുമിച്ച് ചേക്കേറും. ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല ചെമ്പോത്തിന്റെ കൂട്ടിൽ കുയിൽ വന്നിരിക്കുന്നു, കുയിലിന്റെ കൂട്ടിൽ വേറെ എന്താ, അല്ലേ, കാക്ക വന്നിരിക്കുന്നു, വേറെ എന്തൊക്കെ പേര് പറ, മറന്നൊക്കെ പോയി. എന്തെങ്കിലും പേര് പറ, കിളികളുടെ പേര്. നമുക്ക് ഒറ്റ കിളികളെ അറിയത്തില്ല, നമ്മൾ മൊത്തത്തിൽ കിളിയായിട്ടിരിക്കുകയാണല്ലേ, നമ്മുടെ കിളി പോയിരിക്കുക. അപ്പൊ എന്താണെങ്കിലും ഇന്ന് ചരിത്രമുണ്ടായിട്ട് ഇന്ന് വരെ ഒരേ ഇനത്തിൽപ്പെട്ടത് മാത്രമേ ചേക്കേറത്തുള്ളൂ. ആണോ? അതെ, ഒരേ ഇനത്തിലുള്ളവർ. അങ്ങനെയെങ്കിൽ ദൈവജീവനുള്ളവർ ചേക്കാറാൻ പോകുന്നത് അങ്ങ് സ്വർഗീയ ഭവനത്തിനകത്ത് മാത്രമായിരിക്കും. അതില്ലാത്തവർ അവിടെ കാണത്തുണ്ടാകത്തില്ല. തല ഉയർത്തി മുകളിലൊക്കെ നോക്ക്, കിളികളെ പോകുന്നതും അവർ ചേക്കേറുന്നതൊക്കെ എത്ര മനോഹരമായിട്ടാ ഇതൊക്കെ വെച്ചിരിക്കുന്നത്. എനിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാ. അല്ല, ദൈവം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് ചുമ്മാ രസത്തിന് ഇരിക്കട്ടെ എന്ന് വെച്ചാലില്ല. ഈ ലോകത്തിൽ കാണുന്ന സകലതും നമുക്കൊരു പാഠം പഠിക്കാൻ വേണ്ടിയാ, അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ചിലർ സുന്ദരന്മാരായി സൃഷ്ടിക്കുന്നു, അല്ലേ, ചില കറുത്തവർഗ്ഗക്കാരായി സൃഷ്ടിക്കുന്നു, ചില ഈ ചുവന്ന നമ്മളെ പോലെയൊക്കെ ചുവന്ന്, അല്ലേ, കരഞ്ഞിട്ടുമില്ല, വേവ് കുറഞ്ഞിട്ടുമില്ല, വേവ് വെന്തു പോയിട്ടുമില്ലാത്ത പോലെ അതിനിടയിൽ സൃഷ്ടിക്കുന്നു. ഇതൊക്കെ എന്തിനു വേണമെന്നറിയാമോ? ഇത് ഇവിടെ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന് തെറ്റുപറ്റിയതൊന്നും അല്ല, അവൻ പക്ഷപാതം കാണിച്ചതും അല്ല. ഇതൊക്കെ കണ്ടു പഠിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു ദിവസം നമ്മൾ ചേക്കേറുമ്പോൾ ഇതുപോലെ ആൾക്കാർ അവിടെയും കാണും.
പക്ഷേ വെളുത്തും കറുത്തും ഇരിക്കുന്നത് തേജസ്സിന്റെ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടാകും. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നമ്മൾ അനുസരണയോടെ ദൈവജനം സൂക്ഷിച്ച് പഠിച്ച് ആ ജീവന്റെ സമൃദ്ധിയിലേക്ക് വന്നാൽ ആ തേജസ്സിന്മേൽ തേജസ് വാരിയെടുത്ത നിത്യതയിൽ നമുക്ക് നിത്യമായി ആ സ്വർഗീയ സിയോണിൽ നമ്മുടെ പിതാവിനോട് ജീവിക്കാൻ കഴിയും. അങ്ങനെ മറന്നു പോകുക. അപ്പൊ എന്തുമാകട്ടെ, ഈ രണ്ട് ഡെസ്റ്റിനേഷൻ നമുക്കുണ്ട്. ഈ രണ്ട് വ്യത്യസ്തമായ രണ്ട് ജീവന്റെയും ഡെസ്റ്റിനേഷൻ വ്യത്യാസമാ. ഹല്ലേലൂയ. അതുകൊണ്ട് രണ്ട് യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാമെന്ന് വിചാരിച്ചാൽ ഈ ആയുസ്സിൽ നമുക്ക് കഴിയത്തില്ല എന്ന കാര്യം മറന്നു പോകരുത്. ഈ ആയുസ് നമുക്ക് ടെസ്റ്റിന് വേണ്ടി ഇട്ടിരിക്കുക, ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ ഇട്ടിരിക്കുക, അല്ലേ? ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി നമ്മൾ ഇട്ടിരിക്കുക. ജഡവും ആത്മാവും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. നീ ഏതെടുക്കും? നമ്മുടെ രണ്ട് കാലം അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചിരിക്കും. നമുക്ക് അതാ ഇഷ്ടം, അല്ലേ? ജഡവും ആത്മാവും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. നീ ഏതെടുക്കും? അത് വിടാൻ പറ്റത്തില്ല, ഇതും വിടാൻ പറ്റത്തില്ല, അല്ലേ? രണ്ട് വഞ്ചി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാ. എപ്പോഴാ കീറിപ്പോളെന്ന് അറിയത്തില്ല, അല്ലേ? അപ്പൊ എന്താണെങ്കിൽ ഇത് മനുഷ്യന്റെ പ്രകൃതമാണ്. ഈ ദൈവം ഈ ലോകത്ത് നിങ്ങൾ ഒരു സത്യം അറിയണം. ഈ ലോകത്തിൽ ദൈവം നമുക്ക് എന്തെങ്കിലും തന്നാലും നമ്മുടെ മുമ്പിൽ പലത് കണ്ടാലും ഇതെല്ലാം ടെസ്റ്റ് മാത്രമാണ്. എവിടെയാ നമ്മുടെ ആഗ്രഹം ഇരിക്കുന്നത്? ഏത് ജീവന് വേണ്ടിയാ ഞാൻ ഓടുന്നത്? ഞാൻ ഒരു സത്യം പറയാം, ഞാൻ നല്ലൊരു ശതമാനം ആൾക്കാർ വിശ്വാസി കണ്ട കാര്യമാണ്. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഈ സൂഖ്യ ജീവന് വേണ്ടി ഓടിയിട്ട് ഞായറാഴ്ച 2 മണിക്കൂർ മാത്രം അതിനിടെ 10 പ്രാവശ്യം ഫോൺ കോൾ എടുക്കാൻ പോകും. ഒന്നും മിണ്ടില്ല നിങ്ങൾ. അപ്പൊ നമ്മൾ എവിടെയാ നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്? 2 കാലം അപ്പുറത്ത് വഞ്ചിലാണെങ്കിൽ പിന്നെയും കൊള്ളു, ഇത് 2 അവിടെ തന്നെ, അല്ലേ? എന്തുമാകട്ടെ, നമുക്ക് ആ നമ്മൾ ഇന്ന് നമ്മുടെ ഈ യഥാർത്ഥമായ ദൈവവചനം നമ്മുടെ അകത്തേക്ക് വെളിപ്പാടാകുന്നില്ല. ഈ ഒരു ആയുസ്സേ നമുക്കുള്ളൂ. ഈ ആയുസ്സിൽ നമുക്ക് ഒരുപാട് സമ്പാദിക്കാനുണ്ട്. ഇതല്ല ഞാൻ പറയുന്നത്. ദൈവജീവന്റെ സമൃദ്ധിയിലേക്ക്. ഹലോ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഈ എത്രത്തോളം വചനത്തിൽ അകത്താ വചനം കിടക്കുന്നത്, എത്രത്തോളം ദൈവജീവൻ പ്രാപിക്കാൻ കഴിയും അത്രത്തോളം, അല്ലേ? ഇനി ഒരുപാട് സ്വർഗത്തിൽ നന്മകൾ നമുക്ക് പ്രതിഫലം കിട്ടും. അത്രത്തോളം സൽപ്രവൃത്തി ചെയ്യുവാൻ, ആ സൽപ്രവൃത്തി ചെയ്യാൻ ആവശ്യമായതൊക്കെ ദൈവം നമുക്ക് തരും നമ്മുടെ കയ്യിലേക്ക്. സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടിയാ. പിന്നീട് ദൈവരാജ്യവും സമ്പത്തും പഠിക്കുമ്പോൾ നമുക്ക് ദൈവം കരങ്ങളിൽ തരുന്നത് നല്ല നിലങ്ങളിൽ വിതയ്ക്കാൻ വേണ്ടിയാ. വല്ലയിടത്തും വിതച്ചിട്ട് കൊയ്യാൻ നോക്കിയ നടക്കത്തില്ല സഹോദരങ്ങളെ. ദൈവം പറഞ്ഞെടുത്ത് വിതച്ചാൽ സമയമാകുമ്പോൾ നമുക്കത് കൊയ്യാൻ കഴിയും. നമുക്ക് തോന്നുന്നെടുത്ത് വിതച്ചിട്ട് കൊയ്യാൻ പോയാലുണ്ടല്ലോ, അത് പറവയും കൊണ്ടുപോകല്ല, വല്ല വെയിൽ പൂത്ത് അത് വാടിപ്പോയൊക്കെ ഇരിക്കും നമുക്ക്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിവർത്തിക്കുവാൻ കർത്താവ് മതിയായ ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയില്ല എന്ന് കർത്താവ് നമ്മോട് പറയുക. അല്ലെങ്കിൽ ഒരുവനെ സ്നേഹിച്ച് മറ്റവനെ നിരസിച്ച് കളയും എന്ന കാര്യം മറന്നു പോകരുത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ദൈവജീവനോടുള്ള ബന്ധത്തിൽ ആയിരിക്കണം നമ്മുടെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. മറ്റൊക്കെ സെക്കൻഡറി മാത്രമാണ്. ആമേൻ പറയാൻ ബുദ്ധിമുട്ട് എനിക്കറിയാം, കുഴപ്പമൊന്നുമില്ല, എനിക്കറിയാതെ. പക്ഷേ വേറെ വഴിയില്ല. നമ്മുടെ അകത്ത് എത്രത്തോളം ആ വെളിപ്പാടാകുന്നുവോ അത്രത്തോളം മാത്രമേ നമുക്ക് അതിലേക്ക് കരങ്ങൾ നീട്ടാൻ കഴിയത്തുള്ളൂ. അല്ല നമുക്ക് ഒരിക്കലും കിട്ടില്ല സഹോദരങ്ങളെ. കാരണം ഇത് നമ്മൾ കിടക്കുന്നത്, ഈ ബോഡിക്കകത്ത് കിടക്കുമ്പോൾ 2 ഒരേ സമയം കിടക്കുക, ജഡവും ആത്മാവും, അല്ലേ? ഇവിടെ പേരും പെരുമയും പ്രശസ്തിയും മാനമൊക്കെ അതിങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ അതിന്റെ വഴിയിലേ പോവുള്ളൂ. ഇപ്പുറത്ത് ഇടുക്കവാതിൽ കൂടി യാത്ര ചെയ്ത്, അല്ലേ, കഷ്ടവും നിന്നെയും പരിഹാസം ഏറ്റുകൊണ്ട് പോകുന്ന ഒരു ചെറിയ ആർക്ക് വേണം അതൊക്കെ? നമ്മൾ നോർമൽ മനുഷ്യനാ, അല്ലേ? നമുക്ക് ഇതായി ഇഷ്ടപ്പെടത്തുള്ളൂ. പക്ഷേ ഇതിന്റെ പ്രാധാന്യവും ഇതിന്റെ ഡെസ്റ്റിനേഷനൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് ജീവന്റെ സമൃദ്ധിയിലേക്ക് വളരുവാൻ ഒരു തന്ത്രപ്പാടുണ്ടാകത്തുള്ളൂ, അല്ലേ? ഇപ്പൊ നിങ്ങൾ വരാൻ വേണ്ടി കാണിച്ച തന്ത്രപ്പാടില്ലേ? എന്തിനു വേണ്ടിയാ? വചനം കേട്ട് ആ ദൈവത്തിന്റെ ഹൃദയം നമ്മുടെ ഹൃദയത്തിൽ എഴുതാൻ വേണ്ടിയാ. ഓക്കെ, മറു സൈഡ് പഠിച്ചാൽ നമുക്കറിയാം, എബ്രായ 12 പിന്നീട് അതിനെക്കുറിച്ച് എടുക്കും. 12-ാം അധ്യായം, പിന്നെയോ സിയോൻ പർവ്വതത്തിലും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിലും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിലും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ശുദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹാര രക്തത്തിലും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഞാനും നിങ്ങൾ എത്തിയിരിക്കുന്നത് വേറൊരു ലോകത്തിലാ. ഞാൻ അതിനിങ്ങനെ പറയും, സ്വർഗീയ കൗൺസിലിൽ, അല്ലേ? ഞങ്ങളുടെ എരിവിൽ ഞങ്ങളുടെ കുറേ കൗൺസിലർമാരുണ്ട്. 10-15 കൗൺസിലർമാർ പല വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ഉണ്ട്. ഇവരെല്ലാവരും മാസത്തിൽ ഒരിക്കൽ എന്താ പറയുക, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി കൂടും. മേയർ അവിടെ, അല്ലേ, അവരൊക്കെ വന്നിട്ട്, ചെയർമാനൊക്കെ വന്നിട്ട് ഒരുമിച്ച് കൂടും. അവിടെ കേൾക്കുന്ന കാര്യങ്ങൾ അവരവരുടെ നാട്ടിൽ വന്ന് എരിവിൽ വന്നിട്ട് അവരുടെ ദേശത്ത് അവർ അപ്ലൈ ചെയ്യും. അങ്ങനെയാണല്ലോ, അല്ലേ? കൗൺസിലർമാർ അങ്ങനെയല്ലേ ചെയ്യുന്നത്?
അവർ മാസത്തിലൊരിക്കലോ 2 മാസം 3 മാസം കൂടുമ്പോൾ അവർ അവിടെ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ കോർപ്പറേഷൻ പോയി കൂടും. അവിടെ മേയറൊക്കെ വരും, അല്ലെങ്കിൽ മറ്റ് അവിടുത്തെ കൗൺസിലർ, അവർ മറ്റ് വലിയ സെക്രട്ടറിയൊക്കെ വരും. അവർ ഒരുമിച്ച് തീരുമാനമെടുക്കും, നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം അല്ലേ, കാണാമണി എന്നൊക്കെ പറഞ്ഞ് തീരുമാനമെടുത്ത് അത് അവിടെ അപ്ലൈ ചെയ്യും. അതുപോലൊരു സ്വർഗീയ കൗൺസിലാണ് ഞാനും നിങ്ങൾ എത്തിയിരിക്കുന്നത് അല്ലേ, നിങ്ങൾ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് പിന്നീട് ആഴമായി നമ്മൾ ചിന്തിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നെത്തണമെങ്കിൽ ആ ജീവന് പ്രാധാന്യം കൊടുക്കണം. ദൈവജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ കഴിയത്തുള്ളൂ എന്ന കാര്യം മറന്നു പോകരുത് അല്ലേ. നോക്കി, ശരിക്കും പറഞ്ഞ ഈ ദൈവജീവനാവട്ടെ നിത്യജീവനാകെ എന്താണെങ്കിലും ഒരു വിത്ത് പോലെയാ. നമുക്ക് കഴിഞ്ഞ ദിവസം പിക്ചർ കണ്ടതാ, ഒരു വിത്ത് പോലെയാ നമ്മുടെ അകത്ത് ഈ ദൈവജീവൻ എന്ന് പറയുന്നത് അല്ലേ. ഒരു ചെറിയ വിത്ത്. ഏത് വിത്തിനകത്ത് എന്തുണ്ട്? ജീവൻ ഇരിക്കുന്നുണ്ട് അല്ലേ. അത് ഒരു വിത്ത് നമ്മുടെ അകത്ത് തന്നിരിക്കുക. ആ വിത്തിന്റെ ജീവൻ പുറത്തേക്ക് ഒഴുകി വരും. അത് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഒന്ന് ക്രിസ്തുവിലുള്ള ജീവനുമുണ്ട്, മറ്റ് അല്ലേ ഏത് വിത്താണ് നമ്മൾ വിതച്ച് അത് വളരുവാൻ തക്കവണ്ണം നാം പ്രാപ്തിയായി എടുക്കുന്നത്, ആ ജീവൻ നമ്മൾ സമൃദ്ധിയായി വരും അല്ലേ. ഏത് ജീവനാ? രാവകൾ അധ്വാനിച്ച് ജോലിയെടുത്ത് ബിസിനസ് ചെയ്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ജീവൻ നമ്മൾ വളർന്നു വരും. ലോക കാര്യങ്ങൾ കേട്ടെടുത്തല്ലേ, രാഷ്ട്രീയം കേട്ട് പഠിച്ച് നമ്മൾ അതിലേക്ക് വളരുകയാണെങ്കിൽ ആ വിത്തിന്റെ സമൃദ്ധി, ജീവന്റെ സമൃദ്ധി ആ വിത്തിൽ നിന്ന് ഒഴുകി വരും. എന്നാൽ എൻ്റെ അകത്ത് വന്ന ദൈവജീവൻ എന്ന് പറയുന്ന വിത്ത് അത് പൊട്ടിമുളച്ച് അത് ജീവങ്കിലേക്ക് ഇതുപോലെ വളരുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായും എന്നിലും നിങ്ങളിൽ വളരുന്നത് ആ ദൈവജീവന്റെ സമൃദ്ധിയായിരിക്കും. അപ്പോൾ സത്യത്തിൽ വീണ്ടും ജനിക്കപ്പെടുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും അകത്ത് വരുന്നത് ഒരു ചെറിയ ദൈവജീവന്റെ വിത്ത് മാത്രമേ ഉള്ളൂ. യോഹന്നാൻ 1:12 ഇങ്ങനെ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആയിത്തീരുവാൻ അല്ലേ, ആകുവാൻ, ടു ബിക്കം സൺസ് ഓഫ് ഗോഡ്. ആയിത്തീരുവാൻ ആണോ? ആണ്. ഞാനും നിങ്ങൾ ആരാണ്? ദൈവമക്കളാണ് അല്ലേ. പക്ഷെ ആയിത്തീരുവാൻ, അപ്പോ ദൈവകുടുംബത്തിൽ ജനിച്ചിട്ട് ആ ജീവന്റെ സമൃദ്ധിയിലേക്ക് വന്ന് ആ യേശുവിന്റെ പുരുഷത്വം പ്രാപിക്കുക. പണ്ട് പഠിച്ചിട്ടുണ്ട്, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പണ്ട് പഠിച്ചതാണ്, ഇങ്ങനെ പഠിച്ചതാണ്. ഒരു സ്ത്രീ പ്രസവിക്കുന്ന ഒരു ആൺകുട്ടിയെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. ആൺകുട്ടി IPC ചർച്ച കൂടെ ഏജ് പോലത്തെ പലരും പറയുന്നുണ്ട് അത് ഇസ്രായേലാന്ന് പറയുന്നുണ്ട്, കത്തോലിക്ക പറയുന്നുണ്ട് അത് യേശുവും അമ്മയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല. അത് സഭയാകുന്ന സ്ത്രീ പ്രസവിക്കുമ്പോൾ ജയാളികളായ നമ്മൾ അല്ലെ പുരുഷത്വം പ്രാപിച്ച് ഒരു ബേബി ചൈൽഡ് അല്ലെ മാൻ ചൈൽഡ് ആയിട്ട് ഒരു 33.5 വയസ്സുള്ള ക്രിസ്തുവിന് ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് ആ ജനിക്കുന്ന അനുഭവമൊക്കെ അല്ലേ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അത് ജീവന്റെ സമൃദ്ധി പ്രാപിച്ചത് കൊണ്ടാ അല്ലേ. 12-ാം പറയുന്നു, അവർ കുഞ്ഞാണ്ട് രക്തം ഹേതുവായും തങ്ങളുടെ വായിലെ സാക്ഷ്യവചനത്താലും അവർ ആ അവനെ ജയിച്ചു അല്ലേ. ജീവപര്യന്തം തങ്ങളുടെ പ്രാണനെ ജീവനെ അല്ലേ, ആദത്തിന്റെ വിത്തിനെ ഞങ്ങൾ സ്നേഹിച്ചതുമില്ല. അങ്ങനെയല്ലേ അല്ലേ. കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ വായിലെ സാക്ഷ്യവചനത്താലും അവർ അവനെ ജയിച്ചു. തൊട്ട് മോളിൽ പറയുന്ന പിശാചിനെ ജയിച്ചു. അടുത്ത വാക്യം പറയുന്നു, അവർ മരണപര്യന്തം അല്ലേ, അവർ തങ്ങളുടെ പ്രാണൻ ജീവൻ, തങ്ങളുടെ സ്വയം ആദത്തിലെ ജീവൻ അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ദേഹി ജീവനെ അവർ സ്നേഹിച്ചതുമില്ല. അതിനേക്കാളേറെ പ്രാധാന്യമുണ്ട് എന്നിൽ വന്ന ദൈവജീവന്. എത്ര ആ വാക്കെന്ന് വിവരിക്കാൻ പോയ ഈ ആയുസ്സിനെ നമുക്ക് പോരാതെ വരും. അത്ര ഒരു വലിയ വാക്കാ. കാരണം ജയം പ്രാപിച്ച് പുരുഷത്വം പ്രാപിച്ച് ആ കർത്താവിന് വേണ്ടി എടുക്കപ്പെടുന്ന ആ കൂട്ടത്തിൽ നോക്കുമ്പോൾ അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവർ ആയുസ് മുഴുവനും അവരെ സ്നേഹിച്ചില്ലെന്ന്, അവരെ ഇഷ്ടം, അവരുടെ മോഹങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ വലിച്ചു പിടിച്ചടങ്ങിക്കളഞ്ഞവർ, കൊന്നുകളഞ്ഞവർ. എന്തിനു വേണമെന്നറിയാമോ? നിത്യജീവൻ വളരാൻ വേണ്ടി. കാരണം ഒന്നിനെ അതൊന്നും പൊങ്ങത്തില്ലല്ലോ. ദേഹി ജീവൻ എന്ന് പറഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഇച്ഛകളൊക്കെ അടക്കുമ്പോൾ അല്ലേ, ഇവനോ കുറയുമ്പോൾ ഇവനോ വളരും അല്ലേ. അപ്പൊ നമ്മൾ ഏതിനെയാണ് അടക്കുന്നത് അല്ലെങ്കിൽ ഏതിനെയാണ് നമ്മൾ വളർത്തുന്നത് കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരഞ്ഞെടുപ്പാണത്. ഇതിനെല്ലാം ഒരു ദിവസം നമുക്ക് കണക്ക് പറയേണ്ടി വരും എല്ലാവരും അല്ലേ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ വന്ന ദേഹി ജീവൻ ആത്മജീവന് നാം അതിനെ പരിപാലിച്ച് അതിനെ സൂക്ഷിച്ച് അതിനെ വളരുവാൻ നിലങ്ങൾ വേണം. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. ആ നിലത്തിലിട്ടാൽ മാത്രമേ വളർത്തുള്ളൂ. തോന്നിയെടുത്തിട്ടാൽ വളരുവോ? ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ രാജീവും നിങ്ങളെ കള്ളന്ന് വിളിച്ചേക്കരുതട്ടാ.
ഞങ്ങൾ എവിടെ മീറ്റിങ്ങിൽ പോയാലും എനിക്കൊരു ചെടി എനിക്ക് വീക്ക്നെസ്സാണ്. ഇപ്പം കുറച്ച് നാട്ടിലൊരു ചെടി വീക്ക്നെസ്സാണ്. എന്താ പേര് മറന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ എവിടെ കണ്ടാലും പറിച്ചെടുക്കും. ചില ഒരു വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ റോട്ടിൽ കൂടി പോകുമ്പോൾ കോതമംഗലത്ത് വരുമ്പോൾ വീട് നിറച്ചിരിക്കുന്നത് ഒരു വീട്. ഞങ്ങൾ കയറി ആ ചേട്ടനൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ പറിച്ചെടുക്കും. റോട്ടിൽ കണ്ടാൽ ഞങ്ങൾ അത് പറിച്ചെടുക്കും. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു വന്ന കാര്യം മനസ്സിലാവുന്നു. എന്തോ പറയാൻ വേണ്ടി വന്നോ, വിട്ടുപോയത് എന്തായാലും. ഓക്കെ, വിട്ടേ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തോ പറയാൻ വേണ്ടി വന്നതാ. ഏതാ കേട്ടില്ല. അത് ചെടി പറിക്കുന്ന കാര്യം പറഞ്ഞതാ. അത് കറക്റ്റായിട്ട് മനസ്സിലായി. അത് കൊള്ളാം. അതല്ല, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നത്. വിട്ടേക്ക്, ഓർപ്പിച്ച പറഞ്ഞേക്കാം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഏത് ജീവനെയാണ് നമ്മൾ പൊക്കിയെടുക്കുന്നത്, വളർത്തിയെടുക്കുന്നത്, അത് നമ്മുടെ ചോയ്സ് നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. നമ്മുടെ മുമ്പിൽ വെച്ച് ദൈവം വെച്ചിരിക്കുക. അത് തിരഞ്ഞെടുപ്പ്, നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. അതുപോലെ അതുകൊണ്ട് നേരത്തെ പറഞ്ഞത്, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം പറഞ്ഞതുപോലെ, നമ്മുടെ പ്രാണനെ സ്നേഹിക്കാത്ത, ആ പ്രാണന്റെ ജീവനെ സ്നേഹിക്കാത്ത ഒരു തലമുറയായി വളർന്നു വന്ന് മതിയാകത്തുള്ളൂ. നമ്മൾ ദൈവജീവന് പ്രാധാന്യം നമ്മൾ കൊടുക്കണം. ആ ഒരു വിത്ത് നമ്മുടെ അകത്ത് എപ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കണം. അതുകൊണ്ട് 2 വിത്ത് നമ്മുടെ അകത്തുണ്ട്, അല്ലേ? 2 ഒരു സീഡാണ്. ദൈവജീവൻ സീഡാണ്, ദേഹിജീവൻ സീഡാണ്. 2 നമുക്ക് എടുക്കാം. ഏത് വേണേലും നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് വേണമെങ്കിൽ പഠിച്ച് വലിയ ആളായി ലോകത്ത് വേണം, എല്ലാം ആവശ്യമാണ്. പക്ഷെ അതല്ല നമ്മുടെ ലക്ഷ്യം. വിദ്യാഭ്യാസം വേണം, ജോലി വേണം, എല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഇതെല്ലാം നിത്യതയ്ക്ക് വേണ്ടിയായിരിക്കണം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായില്ലെന്ന് തോന്നുന്നത്. നമുക്ക് ദൈവം നമ്മളെ വിളിച്ചെങ്കിൽ നമുക്കുള്ളത് മുഴുവനും നമ്മുടെ വിദ്യാഭ്യാസം. ഇപ്പൊ ഇൻഫ്ലുവൻസർ ഒരുപാട് ആൾക്കാരൊക്കെ പരിചയമുണ്ടെങ്കിൽ ആ ഇൻഫ്ലുവൻസ് മുഴുവനും ആർക്ക് വേണ്ടിയാ? ദൈവത്തിന് വേണ്ടി ഉപകരിക്കണം നമ്മൾ, അല്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഒരു ഡോക്ടറായാൽ ആ രോഗികൾ കടന്നു വരുമ്പോൾ അവരോട് സുവിശേഷം പറയാനുള്ളൊരു മാധ്യമം, അല്ലെ മാധ്യമം എന്താ അറിയില്ലേ, ഒരു ചാനലാക്കി എടുക്കണം. നമ്മൾ എന്തും ക്രിസ്തുവിലേക്ക് മാറ്റുവാനുള്ള ഒരു മാർഗമായി എടുക്കണം. ഒന്നും വേണ്ടെന്നല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? എല്ലാത്തിനും പിന്നിൽ, എല്ലാത്തിനും ക്രിസ്തുവിനെ മഹത്വം കൊടുത്ത് ജീവനിലേക്ക് നമ്മൾ വളരുന്ന ഒരു അനുഭവമാണ്. അവിടെയൊക്കെയാണ് എൻ്റെ ദേഹി ജീവൻ താത്തി ഞാൻ കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ 2 വിത്ത്, ഈ 2 വിത്തും എൻ്റെ നിങ്ങളുടെ അകത്തുണ്ട്. അത് എങ്ങനെ വിനിയോഗിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ നമുക്കറിയാൻ കഴിയും. ഞാൻ സ്വർഗത്തിൽ പോകുമ്പോൾ എൻ്റെ വിശുദ്ധി എത്രമാത്രം ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് അളക്കാൻ പറ്റും. ചില ആൾക്കാർ പറയുന്നുണ്ട്, ചില പാസ്റ്റർമാർ പറയുന്നുണ്ട്, നമുക്ക് അളക്കാൻ പറ്റും പാസ്റ്ററെ, അളക്കാൻ പറ്റും. നമ്മുടെ വിശുദ്ധിയുടെ ലെവൽ നോക്കി അറിയാം എനിക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സിന്റെ അളവ്. എൻ്റെ ചിന്തകൾ നോക്കി അറിയാം, എൻ്റെ ആഗ്രഹം നോക്കി അറിയാം, എൻ്റെ ഇഷ്ടങ്ങൾ നോക്കി അറിയാം, ഞാൻ എന്തിനു വേണ്ടി തന്ത്രപ്പെട്ട് നോക്കി അറിയാം ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സിന്റെ കനം ഇപ്പോൾ മനസ്സിലാവും നമുക്ക്. കാരണം വിശുദ്ധിയുടെ ലെവൽ അനുസരിച്ചേ നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ് നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇതൊന്നും അറിവില്ല, ചുമ്മാ കേട്ടിവിട്ട് എല്ലാം നമുക്ക് വേണ്ടതുപോലെ അറിയേണ്ടതുപോലെ അറിയുവാനൊക്കെ ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്. പിന്നീട് അല്പമായി ഞാൻ ചിന്തിക്കും. ഒരു വിത്ത് നമ്മുടെ അകത്ത് കിടക്കുക. വിത്തിനകത്ത് ഒരു ജീവനുണ്ട്. എൻ്റെയും നിങ്ങളുടെ അകത്ത് ഒരു ജീവനുണ്ട്, അല്ലേ? ഉൽപ്പത്തി പുസ്തകത്തിൽ ആദമിൽ ഒരു വിത്തുണ്ട്. പക്ഷേ ആ വിത്തൊന്ന് നിലത്തിടാൻ പോലും, അല്ലേ, ഇത് പൊട്ടി പുറത്തു വരാൻ വേണ്ടി, ജീവൻ പുറത്തു വരാനുള്ള ഒരു സ്ഥലം പോലും പുള്ളിക്കാരൻ ഒരുക്കിയില്ല. അതിനു മുമ്പ് തന്നെ താഴെ പോയി. പിന്നീട് അതിനെക്കുറിച്ച് അല്പമായി പിന്നീട് ചിന്തിക്കും നമ്മൾ. യോഹന്നാൻ 10:10 പറയുക, മോശപ്പല അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. കർത്താവ് അതിനു വേണ്ടിയാ. അല്ല നമുക്കിത് എന്താ പറയുക, രോഗസൗഖ്യം ഇതൊക്കെ നമ്മുടെ കൂടെ വരും. ഈ ദോശ മേടിക്കുമ്പോൾ സാമ്പാറും ചമ്മന്തിയും, പിന്നെ മന്തി, വേറെ മന്തി കൂടി കിട്ടില്ല, പച്ച ചമ്മന്തി, എല്ലാം കിട്ടുന്ന പോലെ അത്രയേ ഉള്ളൂ. പക്ഷെ ദോശയാണ് നമ്മുടെ പ്രാധാന്യം. ഒരു പണി എന്ന് പറയും, നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട്, ഇപ്പൊ തമിഴ് ചേട്ടൻ്റെ ഹോട്ടലിൽ പോയിട്ട്, ചേട്ടാ ആ സാമ്പാറും ആ ചട്നിയും പോരട്ടെ എന്ന് പറഞ്ഞിട്ട് തരൂ? ഇല്ല. മറ്റത് മേടിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതാ. 10 പേര് വന്നു, 10 പേര് സൗഖ്യമായി, 9 പോയിട്ട് തിരിച്ചു വന്നില്ല, ബാക്കി 1 മാത്രമേ വന്നുള്ളൂ, അല്ലേ? അവർക്ക് ഈ പറഞ്ഞ സാമ്പാറും അത് മാത്രം മതി. അതാ കണ്ടിരിക്കുന്നത്. അവർക്ക് ആ ദോശ നോക്കുവാനായിട്ട്. പക്ഷെ അതിലേക്ക് നോക്കുന്നവർക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ട് വരും. ഇതെല്ലാം നമ്മുടെ കൂടെ വരും. ആയുഷ്കാലം മുഴുവൻ നന്മയും കരുണയൊക്കെ നമ്മുടെ പുറകെ വരും. എന്തിനാ? ദൈവരാജ്യം വർദ്ധിക്കാൻ വേണ്ടി, നന്മകൾ ചെയ്യാൻ വേണ്ടി, സ്വർഗത്തിൽ സമ്പാദിക്കാൻ വേണ്ടി നമുക്കിതെല്ലാം. റോമർ 5:17 പറയുക, ആ വാക്യം മാത്രം ഞാൻ പറഞ്ഞു വിടുകയാ. ഏകന ലംഘനത്താൽ മരണം ഏക നിമിത്തമാണുവെങ്കിൽ കൃപയുടെയും ദീനദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ, ദൈവജീവന്റെ കാര്യമാണ് പറയുന്നത്. സ്വയം എന്ന് പറയുന്നത് ദൈവജീവനിൽ വാഴ്ച നമുക്കുണ്ട്.
നമ്മുടെ ദേഹി ജീവൻ വർദ്ധിച്ചിട്ട് നമ്മൾ വലിയ എന്താ പറയുക, വലിയ ഒരുപക്ഷെ അഭിഷിക്തനൊക്കെ ആയിരിക്കും, വലിയ ആളൊക്കെ ആയിരിക്കും. പക്ഷേ ദൈവജീവൻ നഷ്ടമായി കഴിഞ്ഞാൽ, യേശുനാഥി പോ എന്ന് പറഞ്ഞാൽ അവസാനം ആ പിശാചുക്കൾ മുഴുവൻ നമ്മളെ ഇട്ട് ഓടിച്ചു കളയും. പണ്ടൊരു സ്കേവായുടെ മക്കൾ ആരാ സ്കേവയുടെ മക്കൾ പണ്ട് വച്ചിട്ട് അല്ലേ, പൗലോസ് പറയുന്ന ബർന്നബാസിന്റെ ഒക്കെ ഒരു ദൈവത്തിന്റെ നാമത്തിൽ കൽപ്പിച്ചു പണ്ട് ഒരു കാര്യമില്ല. കാരണം അവരുടെ അകത്ത് ദൈവജീവൻ ഉള്ളത് കൊണ്ടാണ് ഇവരടുക്കാതിരിക്കുന്നത്. ദൈവജീവൻ നഷ്ടപ്പെട്ടിട്ട് യേശുനാമത്തിൽ പോ പിശാച് എന്നൊക്കെ പറഞ്ഞാൽ പോടല്ല, അവൻ്റെ അടുക്കെ വീണ്ടും 7 10 ഒക്കെ ആയിട്ട് വന്ന് കയറും. ജീവന്റെ വ്യത്യാസമാണത്. അതുകൊണ്ട് ദൈവം നമ്മെ വിളിച്ചത് ഏറ്റവും അധികമായി ജീവനിൽ വാഴ്ച, ഒരു വലിയ വാഴ്ച നമുക്കുണ്ട് അല്ലേ. എവിടെയാ? ദൈവജീവനകത്താ വാഴ്ചയുള്ളത്. അതെവിടെ കിടക്കുന്നത്? ദൈവരാജ്യത്തിനകത്താ കിടക്കുന്നത് അല്ലേ. അപ്പൊ അതിൽ മറന്നു പോകരുത്. ഞാൻ അതിൽ അത്ര വിടുകയാ. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിലെ 14-16 വാക്യം പഠിപ്പിക്കുക. ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. എവിടെയാ? രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും. അതെവിടെയാ? എല്ലാം നമ്മുടെ ഇടയിൽ തന്നെയാ ഉള്ളത് അല്ലേ. അടുത്ത വാക്യം പറയുക, ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസനയാ. 2, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന തന്നെ. എന്നാൽ ഇതിന് ആർ പ്രാപ്തൻ? നോക്കിയേ, ഇന്ന് പ്രസംഗിക്കപ്പെടുന്ന വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ ആര് പ്രസംഗിച്ചാലും ആ വചനം എങ്ങനെ കേൾക്കുന്നു. ഈ ലൂക്കോസ് മത്തായിയൊക്കെ എഴുതുമ്പോൾ, മാർക്കോസ് ഒക്കെ എഴുതുമ്പോൾ എങ്ങനെ കേൾക്കുന്നുവെന്നും എന്ത് കേൾക്കുന്നുവെന്നും നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുവിൻ അല്ലേ. എന്ത് കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ പറയുന്ന ആൾക്കാരുടെ പറച്ചിൽ പോലെ ഇരിക്കും, പ്രസംഗം പോലെ ഇരിക്കും. എങ്ങനെ കേൾക്കുന്നു? അത് എൻ്റെ മനോഭാവമാ. ഞാൻ എന്ത് ആഗ്രഹത്തോടെ ഇരിക്കുന്നത് അത് എൻ്റെ മനോഭാവമാ. എങ്ങനെ കേൾക്കുന്നു, ഞാൻ എന്തിനു വേണ്ടി ഇരിക്കുന്നു, ഏത് മനോഭാവത്തോടും ഇരിക്കുന്നു എന്ന ചോദ്യം ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ 2 കാര്യം, ഒന്ന് നമ്മുടെ ഇരിപ്പ് നന്മകൾക്ക് വേണ്ടി, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസനയാണ്. എന്നാൽ ഞങ്ങൾ വന്നത് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാ. ഞങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പായെ ഞങ്ങൾ സ്നേഹിക്കും എന്നറിഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നവർക്ക് അവർക്ക് ജീവങ്കിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസനയാണ്. കേൾക്കുന്ന ഒരൊറ്റ വചനമാ. ഈ 2ഉം എടുക്കുന്നത് പോലെ ഇരിക്കും. നമ്മുടെ ആ വിത്തിന്റെ വളർച്ച വരുന്നത് എടുക്കുന്നത് പോലെയാ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? വചനം ഒന്നാതെ വചനം ഒരുമിച്ചാ വിടുന്നത് അല്ലേ. ആര് പ്രസംഗിച്ചാലും അവൻ വിടുകയാ. പക്ഷേ കേൾക്കുന്നവന്റെ മനോഭാവമുണ്ട്. അവന്റെ ആഗ്രഹം, ക്രിസ്തുവിനെ അവൻ അറിഞ്ഞിരിക്കുന്നത് അല്ലേ. നേരത്തെ മറ്റേ പുള്ളി പറഞ്ഞ ഒരു താലന്ത് ലഭിച്ചവൻ പറഞ്ഞ പോലെ ഞാൻ കൂടെ കുഴിച്ചിട്ടു, നീ ആരാ? ദുഷ്ടനും വിതരാത്രത പെറുക്കുന്നതിനൊക്കെ പറഞ്ഞ് കുറെ ഇല്ലാത്ത കാര്യം പറഞ്ഞു വെച്ചിരിക്കുക അല്ലേ. യജമാനെ കുറിച്ച് ഒരിക്കൽ പോലും ഇല്ലാത്ത കാര്യം പുള്ളി എങ്ങനെയാ പഠിച്ചൊന്നും എനിക്കറിയത്തില്ല പുള്ളിക്കാരൻ യജമാനെ കുറിച്ച്. അപ്പൊ നമ്മൾ പലതും കേൾക്കുന്നതും കാണുന്നത് മുഴുവനും ഒരുപക്ഷെ നമുക്ക് ജനങ്ങൾ മുഴുവൻ ഓടിക്കൂടുമ്പോൾ നമ്മൾ വിചാരിക്കുക അതായിരിക്കും സത്യമെന്ന്. അല്ല, വിശാലമായ വഴിയെ കിടക്കുന്നത്. ജനങ്ങളൊക്കെ ഓടിക്കൂടുന്നുണ്ടല്ലേ. പക്ഷേ അവിടെ മരണത്തിലേക്കുള്ള വാസനയായിരിക്കും. ഞാൻ പറഞ്ഞ അർത്ഥം ഗ്രഹിച്ചോ നിങ്ങൾ? കാരണം കേൾക്കുന്ന വചനങ്ങൾ എൻ്റെ അകത്ത് ജീവൻ വർദ്ധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസനയായിരിക്കും ഞാൻ കേൾക്കുന്നത്. മറ്റേത് ജീവനിൽ നിന്ന് അത് നമ്മുടെ മനോഭാവമാണ്. ഇന്നിവിടെ വന്നിരിക്കുമ്പോൾ എന്താഗ്രഹത്തോടെ അല്ലേ, എന്തിനു വേണ്ടി എന്നൊരു ചോദ്യം നമുക്ക് ഇവിടെയുണ്ട്. ഞാൻ അത്രയും പറഞ്ഞ് ഞാൻ വിടുകയാണ്. പക്ഷേ 2 നമ്മളിൽ തന്നെ ഉള്ളത് അല്ലേ. മരണത്തിലേക്കുള്ള വാസനയുണ്ട്, ജീവങ്കിലേക്കുള്ളത്. എല്ലാം ഇതിനകത്താ. എല്ലാം വെളിപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിനകത്താ, ചിന്തയില അല്ലേ. ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് അശുദ്ധിയും വിശുദ്ധിയും ആരംഭിക്കുന്നത്, മരണവും ജീവനും ആരംഭിക്കുന്നത്, സ്വർഗവും നരകവും ആരംഭിക്കുന്നത് എല്ലാം ചിന്തയിൽ നിന്നാണ്. നമ്മൾ വരുന്ന 1-2 മാസം കഴിയുമ്പോൾ നമ്മുടെ ഡെലിവറൻസ് ക്ലാസ്സിൽ നമ്മൾ ചിന്തയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഴമായിട്ട്. നമ്മൾ ആ ഭാഗമൊക്കെ നമുക്ക് ഒരുപാട് ക്ലിയർ ചെയ്യണം നമ്മൾ. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം റോട്ടിൽ കൂടി പോകണം മുഴുവനും നമ്മൾ ചിന്തിച്ച് തലയിൽ കിട്ടും അല്ലേ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്താ അങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ കിടന്ന് ചിന്തിക്കാൻ തുടങ്ങും. എല്ലാ സമാധാനവും പോവും, എല്ലാ സ്വസ്ഥതയും പോവും അവസാനം അല്ലേ. അതൊന്നും വേണ്ട. ചിന്തകളെയൊക്കെ സൂക്ഷിക്കുവാൻ നമ്മൾ വരുന്ന ആളുകളിൽ പഠിക്കും. ഓക്കെ, കഥ നിങ്ങളെ സഹായിക്കട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 35-ാം വാക്യം അതും കൂടി പറഞ്ഞിട്ട് നമുക്കിന്ന് അവസാനിപ്പിക്കാം. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധ ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പിന്നീട് വ്യത്യസ്തമായ ശരീരങ്ങളെ കുറിച്ച് പഠിക്കും. ഫിസിക്കൽ ബോഡി, ഗ്ലോറിഫൈഡ് ബോഡി അല്ലേ, ഹ്യൂമൻ ബോഡി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളും ശരീരമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആഴമായി പഠിക്കും ദൈവരാജ്യത്തെ ക്ലാസ്സിൽ തന്നെ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. അവിടെ പറയുന്ന കാര്യമുണ്ട്, മൂഢ നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല.
അപ്പോൾ രണ്ട് വിത്ത നമ്മുടെ അകത്ത് വെച്ചിരിക്കുന്നത് അല്ലേ. ഒന്ന് സൂക്യ ദേഹിയുടെ വിത്ത് അല്ലെ, ദേഹി ജീവൻ. രണ്ട് സ്വയ ജീവൻ, ദൈവജീവൻ അല്ലേ. രണ്ട് വിത്തുകളാ. ഈ വിത്ത് നമ്മുടെ അകത്ത് ദൈവം തന്നിരിക്കുക. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം നമുക്കൊരു വിത്ത് നൽകിയിരിക്കുക. ആയിത്തീരാൻ, ടു ബിക്കം സൺസ് ഓഫ് ഗോഡ് അല്ലേ, ആയിത്തീരുവാൻ. അപ്പോ ആയിത്തീരണമെങ്കിൽ അതിനകത്ത് എനിക്കൊരു വർക്കുണ്ട് അതിനകത്ത് ഇല്ലേ. അതാ ഇവിടെ പറഞ്ഞു വരുന്നത്. മൂടാ, നീ വിതയ്ക്കുന്നത് ആ ജീവൻ ഇങ്ങനെ വെച്ചിട്ട്, ഷോക്കേസിൽ ഇങ്ങനെ വെച്ചിട്ട്, കുപ്പിയുടെ ഉള്ളിൽ വെച്ചിട്ട് അതിങ്ങനെ വെക്കുകയാണെങ്കിൽ അവിടെ എത്ര വർഷം നിൽക്കും? മമ്മിയുടെ പെട്ടി പൊട്ടിച്ചപ്പോൾ 4000 വർഷം. മറ്റേ മമ്മിയല്ല, അപ്പുറത്തെ വീട്ടിലെ മമ്മിയല്ലേ അത് അല്ലേ. ശവപ്പെട്ടി തുറന്നപ്പോൾ 4500 വർഷം കഴിഞ്ഞിട്ട് ആ വിത്ത് അതുപോലെ ഇരിക്കുക. എന്നാൽ ആ വിത്ത് ഒരാഴ്ച ഒന്ന് മണ്ണി കുഴിച്ചിട്ടെങ്കിൽ ഇന്ന് ഒരു എന്താ പറയുക, കാടും അല്ലെ മലയും അല്ലെ ഒക്കെ ആയിപ്പോയേനെ. പക്ഷേ 4000 വർഷമായിട്ട് ആ വിത്ത് അങ്ങനെ തന്നെ നിൽക്കുക. പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ട് ആ വിത്ത് അങ്ങനെ ഇരിക്കുന്നെങ്കിൽ 10, 20, 30 വർഷമായിട്ട് കുറെ വിത്തുകൾ സഭക്കകത്തിരിക്കുന്നുണ്ട്. സഭക്കകത്ത് ഷോക്കേസിൽ വെച്ചതുപോലെ ദേ ഞങ്ങൾ വിത്ത കണ്ട നല്ല രസം, പോളിഷ് ആയിട്ടിരിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കുക. നമ്മൾ സത്യത്തിൽ അത് വിതക്കേണ്ടതാണെന്ന് ആ ദൈവം നമുക്ക് തരുന്നതൊക്കെ ഒരു എന്താ പറയുക, എല്ലാം ഒരു സീഡാ. എന്ത് തന്നാലും ഒരു സീഡാ. കൃപാവരം ഒരു സീഡാ നമുക്ക് ഇല്ലേ. കൃപാവരത്തെ കുറിച്ചൊക്കെ നമ്മൾ ഒരു 1 ഡേ ക്ലാസ്സുകൾ വരുന്ന ദിവസങ്ങൾ എടുക്കും. നമ്മൾ ഈ മാസം നമ്മുടെ ഒരു പ്രാർത്ഥന ലൈഫാണ്. നമ്മൾ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അതിനുശേഷം ഒരു കൃപാവരത്തെ കുറിച്ച് ക്ലാസ് എടുക്കും. നമ്മുടെ കൃപാവരങ്ങളൊക്കെ ഒരു അകത്തുണ്ട്. അതൊക്കെ നമ്മൾ എങ്ങനെയാ നമ്മൾ ശുശ്രൂഷിക്കുമ്പോഴാണ് അതൊക്കെ പുറത്തു വരുന്നത്. അല്ലാതെ നമ്മൾ കർത്താവിന് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇരുന്നാൽ 60 വയസ്സാൽ മൂക്കി അല്ലെ പഞ്ഞി വെക്കുമ്പോഴും അത് അങ്ങനെ തന്നെ വിത്തായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? നാം വിതക്കാൻ തുടങ്ങുമ്പോൾ, നാം ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോഴാണ് കൃപാവരങ്ങൾ വെളിപ്പെട്ട് വരുന്നത് അല്ലേ. മറ്റുള്ളവർ അനുഭവിക്കുമ്പോൾ അതൊക്കെ പിന്നീട് എടുക്കുക നമ്മൾ അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ മൂഢ, നിങ്ങളാരെയും വിളിച്ചതല്ല, ഈ വചനത്തിൽ പറഞ്ഞു വിളിച്ചതല്ലേ. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ നീ എന്ത് ചെയ്യും? നീ വിതക്കുന്നതോ ആ ഒരു വാക്യം മാത്രം എടുക്കാൻ വേണ്ടിയാ ഞാൻ ഒരൊറ്റ വാക്യം. മൂഢ, നീ വിതക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. ഞാൻ ഒറ്റ വാക്യം മാത്രം താഴേക്ക് വയ്ക്കും. നീ വിതക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, അത് വ്യത്യസ്തമായ ശരീരങ്ങളെ കുറിച്ചാണ്. നമ്മുടെ ഹ്യൂമൻ ബോഡി വിതച്ചിട്ട് നമുക്ക് വേറെ വ്യത്യസ്തമായ റിസറക്റ്റഡ് ബോഡിയുണ്ട്. ഒരുപാട് ശരീരങ്ങളെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. അതിനെക്കുറിച്ച് പറയുക. ഞാൻ ആ വാക്യം മാത്രം എടുക്കുക. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നമ്മുടെ അകത്ത് തന്നിരിക്കുന്ന ദൈവജീവനമാകട്ടെ ഏതാണെങ്കിലും അത് വിതക്കാൻ വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. ആ വിതച്ചാൽ മാത്രമേ അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അത് നമ്മൾ അല്പമായിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ എടുത്തേക്കാം. ലൂക്കോസ് 12-ാം അധ്യായം അതിന് 13 മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ പുരുഷാർത്ഥി ഒരുത്തും അവനോട്, ഗുരു, ഞാനുമായി അവകാശം പകുത്തു ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവനോട് കർത്താവ് പറയുക, മനുഷ്യ, നീ എന്നെ നിങ്ങൾക്ക് കർത്താവ് പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. ബാക്കി 15. പിന്നെ അവരോട്, സകല ദിവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന് ജീവന് ആധാരമായിരിക്കുന്നത്. ഈ തൊട്ടുമോളി പറഞ്ഞ പുള്ളിക്കാരൻ മുഴുവനും ഈ ലോകത്തിലെ അല്ലെ അപ്പന്റെ സ്വത്തിന് അവകാശം പറഞ്ഞിരിക്കുക. അവന് അകത്ത് മുഴുവൻ ദിവ്യാഗ്രഹമാണ് അല്ലേ. പക്ഷെ ഇതൊന്നും അല്ലെന്ന് ജീവൻ ആധാരമായിരിക്കുന്നത്. ഭൂമിയിലെ നന്മകളോ ഭൂമിയിലെ അപ്പന്റെ സ്വത്തുക്കളോ ഒന്നും അല്ല. നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ ജോലിയോ നമ്മുടെ ഇൻഫ്ലുവൻസുകളോ നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ കഴിവുകളോ ഒന്നുമല്ല ജീവൻ ആധാരമായിരിക്കുന്ന പറഞ്ഞു വരുന്നത്. എന്നിട്ട് കർത്താവ് ഒരു ഉപമ പറയുക അവരോട്. ധനവാനായ ഒരു മനുഷ്യൻ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു, എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പണ്ടേ ഉള്ളിൽ വിചാരിക്കുന്ന സ്വഭാവം അല്ലേ ലൂസിഫറിനും ഉണ്ട്. ഹൃദയത്തിൽ ചിന്തിച്ചു അല്ലേ. ദാവീദ് ചിന്തിച്ചു എണ്ണാൻ വേണ്ടി. എല്ലാം ചിന്തിക്കുന്ന പരിപാടി പണ്ടേ നമുക്കുള്ളതാ. അതുകൊണ്ട് ആ ചിന്തകളെ ഒന്ന് പിടിച്ചേ മതിയാകും നമുക്ക് അല്ലേ. ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നമ്മൾ വരുന്ന ദിവസം നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും നമ്മൾ. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ എന്തു ചെയ്യും, എൻ്റെ കളപ്പുഴ പൊളിച്ച് അധികം വലിയ പണിത് എൻ്റെ വിളവും വസ്തുവകകളും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നീ ഇതുവരെ വിതച്ച് നീ കൊയ്തില്ലേ. നിനക്ക് ദൈവം തന്ന ദേഹി ജീവൻ, കഴിവുകൾ, സൂഖേ ജീവൻ, ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? നീ വിതച്ചില്ലേ,
നീ ഞങ്ങൾ വലിയ വലിയ സ്ഥലം മേടിച്ച് വിതച്ചു, നീ നിന്റെ ദേഹി ജീവനെ കൊണ്ട്, നീ നിന്റെ ബുദ്ധി കൊണ്ട് നീ ഒരുപാട് വിതച്ചു, കൊയ്തു കളപ്പുര വലുതാക്കി, നീ ഏറിയ നാൾ നീ പറഞ്ഞെന്ന് ആനന്ദിക്കാന്നൊക്കെ പറഞ്ഞ് ഇല്ലേ? എന്നിട്ട് പറയാ, മൂടാ, ഈ രാത്രി നിന്റെ പ്രാണനെ, നീ വിതച്ച വിത്തിന് ഞാൻ തിരിച്ചു ചോദിച്ചാൽ പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് ചോദിക്കുക. എന്നിട്ട് പറയാ, ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ദൈവം നമുക്ക് തന്നൊരു വിത്തുണ്ട്. ആ വിത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിശാലമാക്കാം, അല്ലേ? നമുക്ക് ഇവിടെ ഡിഗ്രി എടുക്കാം, അമേരിക്ക പോയി ഡിഗ്രി എടുക്കാം, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ കഴിവിനൊത്തവണ്ണം, അറിവിനൊത്തവണ്ണം നമുക്ക് വിശാലമാക്കാം. പക്ഷെ ഇതെല്ലാം ലഭിച്ചാലും, കളപ്പുരകൾ വർദ്ധിപ്പിച്ച് നമ്മൾ ഒക്കെ ചെയ്താലും, ദൈവസംബന്ധമായി, എന്താ ദൈവസംബന്ധമായി അവന്റെ ജീവൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ആ ദൈവജീവനിൽ വളരുന്നില്ല എങ്കിൽ ഇതൊന്നും നമ്മളെ ആധാരമായിരിക്കില്ല. നമ്മുടെ നിത്യജീവന് ഇതൊന്നും, നമ്മുടെ സമ്പത്തോ ആയുസോ ആരോഗ്യമോ ഒന്നും, പദവിയോ പേരോ ഒന്നും നിത്യജീവനുമായി യാതൊരു ബന്ധവുമില്ല. ഹല്ലേലൂയ. ഇവിടെ വിഷയം എന്താണെന്നറിയാമോ? ദൈവം നമുക്ക് 2 വിത്ത് തന്നിട്ടുണ്ട്. ഒന്ന് ദേഹി ജീവൻ, സുഖേ ജീവൻ. മറു സൈഡ് എൻ്റെ ആത്മാവിലേക്ക് വന്നിരിക്കുന്ന സ്വയ ജീവൻ. 2 വിത്തുകളാ. ഞാൻ പറഞ്ഞ മനസ്സിലായിക്കാണോ അല്ലേ? 2 വിത്തുകളാ. ഈ വിത്തുകൾ, അടുത്ത വാക്യം വായിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് കടന്നു വരാം. യോഹന്നാൻ 12:24-25 വാക്യം പഠിക്കുമ്പോൾ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തിരസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. അടുത്ത വാക്യം, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, അല്ലേ? തന്റെ ജീവൻ ഏതാ? സുഖേ ജീവൻ, വിത്ത്, നമ്മുടെ സ്വന്തം ജീവൻ, അല്ലേ? എന്റെ കഴിവ്, എനിക്ക് കഴിയും, ഞാൻ ആരടാന്നൊക്കെ ചോദിക്കുന്നത്, അമ്പട ഞാൻ എന്നൊക്കെ പറയുന്ന ആ ഞാൻ. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. നോക്കിയേ, ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക. യേശുക്രിസ്തു സ്വർഗത്തിൽ അവൻ ദൈവജീവനായ അവൻ ദൈവജീവൻ തന്നെയാണ്. സ്വർഗത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു സത്യം പറയാം, നമുക്കൊക്കെ നരകം മാത്രമേ ഉള്ളൂ, അല്ലേ? എന്നാൽ സ്വർഗസ്ഥനായവൻ, ആ ദൈവജീവന്റെ ഉറവിടമായ സാക്ഷാൽ ദൈവജീവനായവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അവൻ അതുപോലെ ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് അവൻ അവിടെ ജീവിച്ചാൽ മതിയായിരുന്നു, അല്ലേ? ചുമ്മാ രാജാവായിട്ട് എല്ലാവരുടെ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് ജീവിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അവനറിയാം, എൻ്റെ ജീവൻ തകർത്താൽ മാത്രമേ അതിൽ നിന്ന് ജീവൻ പുറപ്പെട്ടു വരത്തുള്ളൂ. ഇതെന്റെ സ്വന്തം ജീവനാണ്, ദൈവജീവൻ എന്റെയാ. പക്ഷേ അവിടെ പറയാ, ആമേൻ ആമേൻ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ആ വിളവാ ഞാനും നിങ്ങളും, അല്ലേ? ആ കർത്താവ് തന്റെ ജീവനെ തകർത്തു കളഞ്ഞിട്ട് ആ ജീവൻ പുറത്തേക്ക് ഒഴുക്കി വിട്ടു. അത് മറച്ചു പിടിച്ചിരുന്നെങ്കിൽ ഇന്നും നമുക്ക് രക്ഷയില്ല. പക്ഷെ ആ ജീവനെ അവൻ മറച്ചു വെക്കാതെ അവൻ അതിനെ ഉടച്ചു കളഞ്ഞു. അതുകൊണ്ട് ഒരു ഗോതമ്പ് കാണാൻ നല്ല ഞങ്ങൾ പഞ്ചാബിലൊക്കെ ആയിരിക്കുമ്പോൾ നല്ല ഗോതമ്പ്, ഇവിടുത്തെ ഗോതമ്പൊന്നും കേട്ടോ, അവിടുത്തെ ഗോതമ്പ് ഇത്രയും സൈസ് ഗോതമ്പൊക്കെ അവിടെയുള്ളത്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ അവിടെ വിളവെടുപ്പ് സമയത്ത് കാണാൻ നല്ല ഭംഗിയെന്ന് പറയുമ്പോൾ ഒരു ഇത്രയൊക്കെ എടുത്താൽ നല്ല രസമാണ് കാണാനായിട്ട്, നല്ല വലിയ മുഴുപ്പുള്ള ഗോതമ്പുകളാണ്. അപ്പോൾ അത് തനിയെ നമ്മൾ എടുത്തിട്ട് ഒരു 4000 വർഷം 5000 വർഷം ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, ഇല്ലേ? ഒരു ഗോതമ്പ് എടുത്തിട്ട് അടച്ചു വെച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കും, ഒരു ഗുണവും ഉണ്ടാകത്തില്ല. എന്നാൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ദൈവരാജ്യം സമ്പത്ത് എന്ന ക്ലാസ് വരുമ്പോൾ ആഴമായി അതിനെക്കുറിച്ച് എടുക്കും. പക്ഷേ ആ സാധനം, ആ ഒരു വിത്തെടുത്തിട്ട് നമ്മുടെ ദൈവം നമുക്ക് എന്തു തരുമ്പോഴും അതിനകത്തൊരു ഒരു വിത്തുണ്ട്. പിന്നെ എടുക്കും, എന്ത് ദൈവം നൽകിയാലും, ശമ്പളം നൽകിയാലും, ബിസിനസ് നമുക്ക് എന്ത് കിട്ടിയാലും എല്ലാത്തിനകത്തും ഒരു വിത്തുണ്ട്. ഇനി ഈ വിത്ത് എത്രമാത്രം അടുത്ത വർഷം എനിക്ക് കൊയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അടുത്ത വർഷം എനിക്ക് ഒരുപാട് കൊയ്യണമെങ്കിൽ ആ കൂടുതൽ വിത്ത് നമ്മൾ വിതയ്ക്കേണ്ടി വരും. മനസ്സിലായോ നിങ്ങൾക്ക്? എത്രത്തോളം വിതയ്ക്കുന്നുവോ അത്രത്തോളം നമുക്ക് അടുത്ത വർഷം കൊയ്യാൻ കഴിയും. ഇതൊക്കെ നിയമങ്ങളാണ്, ഗ്രഹിച്ചോ? ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അതിനെക്കുറിച്ച് ക്ലാസ് വരുമ്പോൾ ആഴമായി പഠിക്കും. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഈ ഒരു ഗോതമ്പ് എടുത്ത് മറച്ചു വെച്ചാൽ അത് അങ്ങനെ വർഷങ്ങളോടിക്കും. പക്ഷേ അതിനെ ഒന്ന് മണ്ണിലേക്കൊന്ന് കുഴിച്ചിട്ടേ, രാവിലത്തെ വെള്ളം ഒഴിച്ചു തണുത്തങ്ങിരിക്കും ആ വിത്തല്ലേ. ഉച്ചക്ക് ചൂടങ്ങ് അടിക്കാൻ തുടങ്ങുമ്പോണ്ടല്ലോ, ആ ചൂടത്ത് നമ്മളൊക്കെ പുഴുകൂല എന്ന് ഹ്യൂമിഡിറ്റിയെ കൊണ്ടിട്ട് ഇന്ന് രാവിലെ ഉച്ചക്ക് മുതൽ എന്ത് പൊന്നോ വീട്ടിൽ എങ്ങനെ കയറിയാൽ മതി എന്നായി. അത്രയ്ക്ക് ചൂടായിരുന്നു. കാരണം നമ്മൾക്ക് ഇവിടെ വെള്ളമുള്ളത് കൊണ്ട് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ആ ചൂടത്ത് നമ്മൾ പുഴുകിപ്പോകുക നമ്മൾ.
പുഴരെ മൊത്തം വേർത്ത് കുളിച്ച് വീട്ടിൽ പരിവോ നമ്മൾ. ഇതുപോലെ വിത്ത് മണ്ണിലേക്ക് ഇടുമ്പോൾ വെള്ളമൊഴിക്കുമ്പോൾ അത് തണുക്കും, വെയിൽ കൊള്ളുമ്പോൾ അത് പുഴുകും. അതിന്റെ ഷെല്ലൊന്ന് പൊട്ടിക്കിട്ടുവാൻ അത് കിടന്ന് പെടാപ്പാട് പെടും. നേരം വെളുക്കുമ്പോൾ രാത്രിയാകുമ്പോൾ വീണ്ടും തണുക്കും, അപ്പൊ വീണ്ടും അത് ചുരുങ്ങും. വീണ്ടും വെള്ളം ഒഴിഞ്ഞാലേ വീണ്ടും വെയിൽ വരുമ്പോൾ അത് വികസിക്കാൻ പൊട്ടാൻ വേണ്ടി കിടന്ന് പെടാപ്പാട് പെടും. വീണ്ടും അത് രാത്രിയാകും, വെള്ളം ഒഴിക്കുമ്പോൾ തണുക്കും. ചില ദിവസങ്ങൾ കഴിയുമ്പോഴുണ്ടല്ലോ ഈ കഷ്ടത്തിലൂടെ, ഞാൻ കഷ്ടം എന്ന് ഉദ്ദേശിച്ച ആ കഷ്ടമാണ് ഞാൻ വിചാരിക്കേണ്ട, ആ വിത്ത് കഷ്ടത്തിലൂടെ ചൂടിലും തണുപ്പിലും ആ കഷ്ടത്തിലൂടെ കടന്നു പോയിട്ട് ഒരു ദിവസം അതിന്റെ പുറമെയുള്ള ഷെല്ലങ്ങ് പൊട്ടിക്കഴിയുമ്പോഴല്ലോ അകത്ത് വെച്ച ജീവൻ പുറത്തേക്ക് ഒഴുകി വരും. ഞാൻ അതൊക്കെ പറഞ്ഞ് മനസ്സാകുന്നുണ്ട്. ഇതാണ് യഥാർത്ഥമായി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ യോഹന്നാൻ 1:12 പറയുന്നു, ഈ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളായി തീരുവാൻ ഒരു ദൈവജീവന്റെ വിത്ത് എനിക്ക് നിങ്ങൾക്ക് തരികയാ. അതെന്തൊക്കെയാണെന്ന് പിന്നീട് പഠിക്കാം നമ്മൾ. അതിനകത്ത് ആ പൈതൃകം എന്താ അല്ലേ, പൈതൃകവും അതിന്റെ പിന്നീട് പഠിക്കും അതിനെ കുറിച്ചൊക്കെ. ഞാൻ പറഞ്ഞ ആ ജീവൻ അത് സൂക്ഷിച്ചു വെക്കാനുള്ളത്, വിതക്കുവാനുള്ളതാ. ദൈവം നമുക്ക് തരുന്നത് മുഴുവനും വിതക്കാനാ. ഞാൻ പറഞ്ഞത് മനസ്സാവുന്നുണ്ടോ? ദൈവം നമുക്ക് അറിയാവുന്നത് എല്ലാം കൂട്ടിക്കൂട്ടി വെക്കാൻ നമുക്ക് അറിയത്തുള്ളേ, എല്ലാം കൂട്ടി. പക്ഷെ വേദവസം പഠിപ്പിക്കുന്നത് വിതക്കുവാൻ, കൊയ്യാനുള്ള ദിവസം നമുക്കുണ്ട്. നമ്മുടെ നിത്യത ഓർക്കുമ്പോൾ, നമ്മുടെ ഭാവി കാലം ഓർക്കുമ്പോൾ, നല്ല ജീവിതം ഓർക്കുമ്പോൾ, അത് കണ്ടവൻ ഈ ആയുസ് മുഴുവനും അവനെ തന്നെ വിതച്ചിട്ടേ പോകത്തുള്ളൂ. ഞാൻ 33.5 വയസ്സിൽ കർത്താവിനെ പിടിച്ചതാ. കർത്താവ് 33 വയസ്സിൽ മിനിസ്ട്രി നിർത്തിപ്പോയപ്പോൾ ആ 33.5 വയസ്സിൽ കർത്താവിനെ പിടിച്ചു. അന്ന് മുതൽ 2 വർഷം ന്യൂ ലൈഫിൽ ഇവിടെ ശുശ്രൂഷിക്കുണ്ടായിരുന്നു. ഇവിടെ ജഞ്ചൻ പാസ്റ്റർ കൂടെ എന്താ പറയുക, ആലപ്പുഴ ചർച്ച തുടങ്ങുമ്പോഴും, കോയമ്പത്തൂർ ചർച്ച തുടങ്ങുമ്പോഴും, മലബാറിൽ ഇവിടെ കോഴിക്കോട് സഭ തുടങ്ങുമ്പോഴും, ഉടുപ്പിയൊക്കെ എല്ലായിടത്തും പെട്ടിയും പിടിച്ച് ഞാനും പറയാൻ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അന്ന് തുടങ്ങിയതാ ആ കർത്താവിന് വേണ്ടിയുള്ള വിത. ഹല്ലേലൂയ. അതിനുശേഷം ന്യൂ ലൈഫ് ഇട്ടെങ്കിലും ഇത് എല്ലാ സ്റ്റേറ്റിലും കടന്നു പോകുവാനും വിതക്കുവാനും ദൈവം കൃപ നൽകി. കാരണം അറിയാമോ, ഇത് വിതക്കേണ്ടതാന്നേ, ഇത് മൂടി വെക്കാനുള്ളതല്ല നമ്മുടെ കയ്യിലിരിക്കുന്നത്. ദൈവം നമുക്ക് തരുന്ന മുഴുവൻ വിത്താണെന്ന് ആദ്യം അറിയണം. ഹല്ലേലൂയ. സകല നന്മയും ഒന്നും മാറ്റിവെക്കാതെ ദൈവരാജ്യത്തിൽ വിതച്ചത് ഒരു ദിവസം കൊയ്യുമെന്നല്ല ഉറപ്പുണ്ടത്. ഹല്ലേലൂയ. കാരണം ഈ ആയുസ്സിൽ കള്ളൻ മോഷ്ടിക്കുന്നതും അല്ലെ തുരുമ്പെടുക്കുമായ നന്മ ഇവിടെ കൂട്ടിവെച്ചാൽ ഒന്നും ഉണ്ടാകത്തില്ല. തലമുറകൾക്ക് വെച്ചിട്ട് പോകാൻ കഴിയും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ ചെല്ലുമ്പോൾ ദരിദ്രനായി നിൽക്കേണ്ടി വരും. അതിനെക്കുറിച്ചൊക്കെ ദൈവരാജ്യത്തെ ക്ലാസ് വരുമ്പോൾ നമുക്ക് പഠിക്കാം അതിനെക്കുറിച്ച് ആഴമായിട്ട്. പക്ഷേ ഇന്ന് ഭാവി കാലമോർത്ത് നിത്യതയ്ക്ക് സമ്പാദിക്കുന്നവൻ യഥാർത്ഥമായ ബുദ്ധിമാന്മാർ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇവിടെ എന്തും നമ്മുടെ അകത്ത് ഒരു വിത്തായിട്ട് ദൈവം നൽകിയിരിക്കുന്നത്. നമ്മുടെ വിഷയം ദൈവജീവനെ കുറിച്ചാണ്. അത് വിതക്കേണ്ടതാ. അത് എവിടെയും കൂട്ടിവെക്കാൻ, കൃപാവരമാകട്ടെ എന്തുമാകട്ടെ, അത് വിതക്കേണ്ടത് പോലെ. ഇനി വിതക്കാന്ന് പറയുമ്പോൾ തോന്നിടത്ത് വിതച്ചിട്ട് കാര്യമില്ല കേട്ടോ, അല്ലേ? തോന്നിടത്ത് വിതച്ച് നിലങ്ങൾ, വ്യത്യസ്തമായ നിലങ്ങൾ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നിലങ്ങളല്ല, വ്യത്യസ്തമായ ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്, അതിനകത്ത് വ്യത്യസ്തമായ നിലങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ വിതച്ചാൽ നമുക്ക് കൊയ്യാൻ കഴിയൂല്ലേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ആമീൻ ആമീൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ ചാകാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. പക്ഷെ കഷ്ടത്തിൽ കൂടി കടന്നു പോകേണ്ടി വരും. ആ ഒരു നെൽമണി, ആ വിത്ത്, ഗോതമ്പ് മണി, അത് രാത്രി തണുപ്പേക്കുമ്പോൾ അത് ചുരുങ്ങും, രാവിലെ വെയിലേക്കുമ്പോൾ അല്ലേ അങ്ങനെയല്ലേ, വെയിലേക്കുമ്പോൾ വികസിക്കും, എന്നാലും പൊട്ടത്തില്ല. ഷെല്ല് അത്രമാത്രം ടൈറ്റ് ആയിട്ടിരിക്കുക, അതിന്റെ പുറന്തോടെ അത്ര ടൈറ്റാ. വീണ്ടും രാത്രി തണുപ്പടിക്കുമ്പോൾ വീണ്ടും അത് ചുരുങ്ങും, വീണ്ടും വെയിലേക്കുമ്പോൾ അത് വീണ്ടും എന്താ പറയുക, വെയിൽ കൊള്ളുമ്പോൾ വികസിക്കാൻ നോക്കും. പക്ഷെ ഷെല്ല് ടൈറ്റാ. പക്ഷെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് വെച്ച ജീവൻ ഒരു ദിവസം പുറത്തു വന്നേ മതിയാകത്തുള്ളൂ. ഇന്ന് വരെ ഒരു വിവാഹത്തിന് ശേഷം ഭാര്യ ഭർത്താവും കൂടിച്ചേർന്ന് ഒരു മനുഷ്യക്കുഞ്ഞ് വയറ്റിലുണ്ടായിട്ട്, ഞാൻ പറയാ ഒരു 20 വർഷമായിട്ടും ഇന്നും ജനിക്കാത്ത ഒരൊറ്റ കുഞ്ഞ് ഇതിനകത്തില്ല, ഒരു വയറ്റിനകത്തും ഇല്ല. ഒരു സ്ത്രീയുടെ വയറ്റിനകത്തും 10 വർഷം 5 വർഷമുള്ള ഒരു കുഞ്ഞും ജീവിച്ചിരിപ്പില്ല. അത് 9-ാം മാസം അല്ലേ അത് പുറത്തു വന്നിരിക്കും. അത് ജീവനകത്തുള്ളത് കൊണ്ടാ. അതിന് കാലപരിധിയുണ്ട്, അതിന് സമയമുണ്ട്. നമ്മുടെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന ജീവൻ ഒരു സമയമുണ്ട്. സമയപരിധിക്കുള്ളിൽ വിതച്ച് കൊയ്യുന്നില്ലെങ്കിൽ, ചില ആൾക്കാർ കണ്ടിട്ടുണ്ടോ, സമയം കഴിഞ്ഞു പോയി, ദൈവം കൊടുത്ത കൃപയുടെ സമയം കഴിഞ്ഞു പോയി, ഇനി എന്തെങ്കിലും നോക്കിയിട്ട് അത് നടക്കൂ. ഞാൻ പറഞ്ഞർത്ഥം മനസ്സിലായി നിങ്ങൾക്ക്? കൃപയെക്കുറിച്ചൊക്കെ എടുക്കുമ്പോൾ ആഴമായ എടുത്തോളാം. നമുക്ക് കൃപ, വ്യത്യസ്തമായ കൃപകളുണ്ട്, നമുക്ക് പേഴ്സണൽ കൃപകളുമുണ്ട്. ആ കൃപയുടെ കാലപരിധിക്കുള്ളിൽ നാം ചെയ്യേണ്ടത് ചെയ്തെടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അവിടെയാ ദൈവത്തിന്റെ വചനം നമ്മളെ സഹായിക്കുന്നത്. അറിവ് ദൈവം ജ്ഞാനം നമുക്ക് നൽകുന്നത്. എന്തുമാകട്ടെ, പാട്ടുകാർ കയറിക്കോട്ടോ. അപ്പൊ അതുകൊണ്ട് ആമിന ഞങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി പാട്ടുകാർ കയറിക്കും.
നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. അത് ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. യേശു എന്ന് പറയുന്ന ആ ഗോതമ്പ് അല്ലേ, അത് നിലത്ത് വീണ് ചത്തില്ലായെങ്കിൽ ഞാനും നിങ്ങളും വെറുതെ ഒന്നുമില്ലായിരുന്നു. ഇത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന്, ബാക്കി എനിക്ക് അറിയത്തില്ല, അത്ര എനിക്ക് എണ്ണം പഠിച്ചിട്ടുള്ളൂ ഞാൻ. കോടിക്കണക്കിന് ജനങ്ങൾ രക്ഷിക്കപ്പെട്ടത് മുഴുവനും എന്തുകൊണ്ടെന്നറിയാമോ? ഒരു വിത്ത് ചത്തത് കൊണ്ടാ, ഒരു വിത്ത് ചാകാൻ ഏൽപ്പിച്ചുകൊണ്ടാ. ആ കഷ്ടം സഹിച്ച് ആ ഷെല്ല് പൊട്ടിപ്പോയപ്പോൾ ആ ജീവൻ പുറത്തു വന്നതുകൊണ്ടാ ഇന്ന് ആ ജീവൻ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അവന് വേണമെങ്കിൽ മറച്ചു പിടിക്കാമായിരുന്നു. നമ്മളെ പോലെ ഞാൻ സൺഡേ വിശ്വാസി, സൺഡേ വരുന്നു, ഞാൻ ആരോടും ഒന്നിനുമില്ല, അവൻ്റെ എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് അവൻ്റെയും വേണ്ട, ഞാൻ ഈ സൺഡേ വരുന്നു, ആരാധിക്കുന്നു, ഞാൻ വീട്ടിൽ പോകുന്നു, അങ്ങനെ നമുക്കിരിക്കാം. ആയുഷ്കാലം മുഴുവനും ഇരിക്കാം, ഒരു കുഴപ്പമില്ല, കർത്താവിനും കുഴപ്പമില്ല. പക്ഷെ ഇതെല്ലാം എണ്ണി പറയേണ്ട ദിവസമുണ്ട്. കാരണം തന്നത് ജീവനാണ്. ഒരു വിത്തായിട്ട് നമുക്ക് നൽകിയത് ജീവനാ, വെറും ജീവൻ, നിത്യജീവനാണത്. അത് വിതക്കാൻ വേണ്ടി നാം നൽകിയതാ, മറച്ചു വെക്കാൻ വേണ്ടിയല്ലത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം, കർത്താവ് ആ വിത്തിനെ ഉടച്ചപ്പോൾ അവൻ ആ ജീവൻ പുറത്തേക്ക് ഒഴുകി. പൗലോസ് തൻ്റെ ജീവനെ, തൻ്റെ സൂഖ്യ ജീവനെ ആ വിത്തിനെ അവൻ അങ്ങ് കൊന്നൊടുക്കിയിട്ട് ഈ ദൈവജീവൻ അങ്ങ് പുറത്തേക്ക് ഇട്ടു അവൻ അങ്ങടല്ലേ. അതുകൊണ്ട് എന്താ ഞങ്ങളുടെ കഷ്ടം നിങ്ങൾക്ക് നന്മക്കായി കൂടി വ്യാപരിക്കും. എന്തൊക്കെയാ വാക്കൊക്കെ അദ്ദേഹം പറഞ്ഞു കൂട്ടിയിരിക്കുന്നത്, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങൾ അനുകരിപ്പാൻ തക്കവണ്ണം എൻ്റെ ജീവൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു അല്ലേ. ഒരു ജീവിതം കർത്താവ് ദൈവത്തെ പ്രതി തകർത്ത് കളയുക. കാരണം ഒന്ന് തകർത്താൽ അതിൽ നിന്ന് പലതും ഉയർത്തെഴുന്നേറ്റ് വരും അല്ലേ. നാട്ടുകാർ അമ്മമാരൊക്കെ പറയാറുണ്ടല്ലോ, ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാകുന്നത് പോലെയാ അല്ലേ. അത് നാട്ടുഭാഷ, നമ്മളിപ്പോൾ അതിലേക്ക് യാതൊരു കൂട്ടുണ്ട്, എന്നാലും ചുമ്മാ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മളൊന്ന് ചീഞ്ഞ് ആ ഷെല്ലൊക്കെ പൊട്ടി ആ ജീവൻ പുറത്തേക്ക് വരുമ്പോണ്ടല്ലോ അതിന്റെ മഹത്വം നിങ്ങൾ കാണും. വായിൽ കൂടി ജീവൻ സംസാരിക്കുമ്പോൾ ജീവന്റെ തുടിപ്പാ വരുന്നത്, ആത്മാവ് ഒഴുകി വരികയത്. അത് തടഞ്ഞു വെക്കാൻ ഇന്ന് ലോകത്ത് ആർക്കും കഴിയത്തില്ല സഹോദരങ്ങളെ. ആ ജീവനെ തടയാൻ ആർക്ക് കഴിയും? ദൈവജീവൻ വിതച്ചിട്ട് കൊയ്യാൻ തുടങ്ങി, ആ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി, ആർക്കതിനെ തടഞ്ഞു വെക്കാൻ കഴിയും? അതിനെ സാക്ഷാൽ ദൈവത്തിന്റെ വിത്ത് നമ്മളിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് താഴേക്ക് പറയുക, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിലെ കളയും. ഏത് ജീവനാ? എന്റെ സ്വന്തം സുഖ്യ ജീവൻ, ദേഹി ജീവൻ. എനിക്ക് എന്റെ വീട്, എന്റെ കാറ്, എന്റെ വീട്, എന്റെ ഭാര്യ, എന്റെ കുഞ്ഞുങ്ങൾ, സൺഡേ മാത്രം വരുന്നു, ഒരു കുഴപ്പമില്ല അല്ലേ. പക്ഷേ ദൈവജീവനെ കളയും. അടുത്ത വാക്യം പറയും, ഈ ഹലോകത്തിൽ തൻ്റെ ജീവനെ പകുക്കുന്നവൻ, ദേഹി ജീവൻ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ മോഹങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ പകുക്കുന്നവൻ അത് നിത്യജീവനായി സൂക്ഷിക്കും. എന്നെ മാത്രമല്ല, എൻ്റെ പുറകെ 1000 സൂക്ഷിക്കാൻ ദൈവം കൃപയും. അതൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കണം. ഒരു പാട്ടൊക്കെ പാടി ദൈവത്തിന് മഹത്വം കൊടുത്ത് നമുക്ക് ചെയ്യാം. എന്നാൽ കേട്ട വചനങ്ങൾ നമുക്ക് ഉപകാരമായി വരണം. ഒന്നും തിന്മക്കായിട്ടില്ല, എല്ലാം നമുക്ക് ഉപകാരമായി വരണം എന്ന കാര്യം മറന്നു പോകരുത്. നമുക്ക് ദൈവം സ്നേഹിക്കാം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് സ്വർഗനാട്ടിൽ പ്രിയം തീർത്തിട്ടും നമുക്ക് പാട്ട് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്വന്തം
മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാൽ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോൽ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോൽ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. നല്ല നാഥനെ നിനക്കായി ഞാൻ വില ചെയ്യും അന്ത്യം വരെ. നല്ല നാഥനെ നിനക്കായി ഞാൻ വില ചെയ്യും അന്ത്യം വരെ. അല്ലൽ തീർന്നു നിൻ സവിദേവര നില്ല പാരിൽ വിശ്രമവും. അല്ലൽ തീർന്നു നിൻ സവിദേവര നില്ല പാരിൽ വിശ്രമവും. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. കത്യകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ. കത്യകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേനേശുവേ വരണേ. 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന മുമ്പായി അടുത്ത സെക്കൻഡ് സാറ്റർഡേ നമ്മുടെ ഡെലിവറൻസ് ക്ലിനിക്കാണ്. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ദേവദാസ് സംസാരിക്കുന്നു. നമുക്കറിയാം മത്തായി സുവിശേഷം 12 അധ്യായത്തിൽ ഹല്ലേലൂയ യഹൂദന്മാർ അടയാളം അന്വേഷിച്ചു വന്ന യഹൂദന്മാരോട് കർത്താവ് പറയുന്നു, ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ അവർക്ക് 2 പേരെയാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ 2 പേരെയാണ് കാണിച്ചു കൊടുത്തത്. ഒന്ന് നിനവേക്കാരും, 2 തെക്കേ രാജ്ഞിയും. നിനവേക്കാർ എന്ത് ചെയ്തു? അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ഇടയായി. 2 തെക്കേ രാജ്ഞി ഭൂമി അതിർത്തി കടന്ന് ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ കടന്നു വരികയാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് അതിർത്തി കടന്നൊന്നും പോകേണ്ട എങ്കിലും നമ്മുടെ വനത്തിൽ നിന്നും ഒരു ദിവസം ഒരു ലീവ് എടുത്ത് ആ സമയത്ത് ആ കർത്താവിന്റെ ജ്ഞാനം കേൾക്കാൻ, ചില കാര്യങ്ങളിൽ മാനസാന്തരപ്പെടുവാൻ നമുക്ക് ആവശ്യമുണ്ട്. ഈ പറയുന്ന പോലെ ജീവനിൽ അധികമായി വാഴുവാനായിട്ട് നമ്മുടെ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ ഒരു ദിവസം ഉപേക്ഷയായി കണക്കാക്കാതെ കർത്താവിന്റെ പ്രതിഫലം ഒരിക്കൽ നമ്മൾ എത്ര പൈസ കൊടുത്താണ് കടന്നു വരുന്നെങ്കിലും നമ്മുടെ സമയത്തിനും നമ്മുടെ മണിക്കൂറുകൾക്കും കണക്ക് പറഞ്ഞ നിത്യതയിൽ പ്രതിഫലം തരുന്ന ദൈവത്തിന്റെ മുമ്പിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആ സ്വർഗീയ പ്രതിഫലത്തിന് വേണ്ടി, ആ ജീവനിൽ വാഴുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാനായിട്ട് ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളടക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ആ ജീവനെ കുറിച്ച്, ആ ദൈവിക ജീവനെ കുറിച്ച് കർത്താവെ അങ്ങ് ദൈവദാസനിലൂടെ ഞങ്ങളോട് സംസാരിച്ച നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം
ഏറ്റവും അധികമായി ജീവനിൽ വാഴുമെന്ന് കർത്താവ് ഞങ്ങളുടെ വചനം പറയുമ്പോൾ ആ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി അടിയങ്ങളിലേക്ക് അങ്ങ് പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആ ജീവന്റെ സമൃദ്ധിയിൽ ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. സമാധാന ദൈവമേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവേ സകല നന്മയെ ദാസ്ഥാനപ്പെടുത്തി യേശു ക്രിസ്തു മുഖാന്തരം അങ്ങേക്ക് ഇഷ്ടമുള്ളത് അടിയങ്ങളിൽ നിവർത്തിക്കുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. പ്രാർത്ഥന കിടർക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആശീർവദിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തു കൃപയും വഴിയുന്നത് പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും എന്നും എന്നേക്കും കർത്താവിന്റെ വരവൂരെ നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു വഴി ജയന്തര ദൈവത്തിന് നമുക്ക് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ.